അതെന്നെ തളർത്തി കളഞ്ഞു. നീ എന്നേക്കാൾ ഒന്നാം സ്ഥാനം നിന്റെ പെണ്ണിന് കൊടുത്തില്ലടാന്ന്, നിന്റെ മോക്ക് കൊടുത്തില്ലേന്ന്. ഇത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നീ എന്നേക്കാൾ ഒന്നാം സ്ഥാനം നീ നിന്റെ മോൾക്ക് കൊടുത്തില്ലെന്ന് വെച്ചപ്പം ഞാൻ കരയാൻ തുടങ്ങി. എന്റെ കണ്ണിൽ ഇങ്ങനെ ഒഴുകുന്ന കണ്ടിട്ട് എന്റെ വൈഫ് എന്റെ ചോദിച്ചു, എന്തു ഇപ്പം നമ്മുടെ ഈശോ ഇങ്ങനെ പറയുന്നടേ, നമ്മൾ ഒന്നാം സ്ഥാനം മോക്ക് കൊടുത്തെന്ന്, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെന്ന്. അപ്പൊ അവള് പറഞ്ഞു, ആണല്ലോ, അപ്പൊ നമ്മൾ ഒന്നാം സ്ഥാനം അവൾക്കല്ലേ കൊടുത്തത്. പ്രിയമുള്ളവർ, ഞാനും എന്റെ ഭാര്യയും കൂടെ ആ ചാപ്പലില് കമന്നങ്ങ് കിടന്നു. എന്നിട്ട് കർത്താവെ ഇനി തിരിഞ്ഞു നോക്കത്തില്ല ഞങ്ങളവളെ, ഇനി ഞങ്ങള് മൈൻഡ് ചെയ്യില്ല കർത്താവെ ഞങ്ങളുടെ മകളെ, ഇനി ഞങ്ങൾ അവൾക്കൊരു വിലയും കൊടുക്കത്തില്ല കർത്താവെ. അവള് ജീവിച്ച് തളർന്നെങ്കിലും വീട്ടിൽ കിടന്നാൽ മതി കർത്താവ്, ജീവനോട് തിരിച്ചു തരണം പ്ലീസ്. ഇനി ഞങ്ങൾ അവളെ മൈൻഡ് ചെയ്യില്ല കർത്താവ്. പ്രിയമുള്ളവരെ, ഇത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇങ്ങനെ കമന്ന് കിടന്ന് നിലവിളിക്കുമ്പം ഇല്ല, നേരത്തെ വന്ന സിസ്റ്റർ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഡോക്ടർ വിളിക്കുന്നു. ചെന്നപ്പോ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. ചെല്ലുമ്പം എന്റെ കയ്യിലേക്ക് ഒരു കുപ്പിക്കകത്തൊരു ആണി എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, ഇയാളുടെ വിശ്വാസം കേട്ടോ, എനിക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു കൊച്ചിന്റെ വയറ്റിൽ നിന്ന് ആണി എടുക്കാനായിട്ട്. പക്ഷെ ഇയാളുടെ ഒരു വാക്കുണ്ടല്ലോ, ഇയാളെ കർത്താവ് ഇങ്ങോട്ട് വിട്ടുവന്നു, ആ വാക്കിന്റെ ഉറപ്പിലാണ് ഞാൻ ചെയ്തത്. പ്രിയമുള്ള, ഇത് പറയുമ്പോ എന്റെ കണ്ണ് നിറയേണ്ടത് ഡോക്ടറിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുക ഈ മോള്. ചാപ്പലിനകത്ത് ഇങ്ങനെ ചാരി തറയിലിരിക്കുക, എന്റെ മടിയിൽ ഭാര്യ ഇങ്ങനെ കിടക്കുക. ഞാൻ എന്റെ കർത്താവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലൊന്നും നിന്നില്ല. എനിക്കറിയാം അവിടെ നിന്ന് ഒരു ചുക്കും നടക്കത്തില്ലെന്ന്, എനിക്കറിയാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ചാപ്പലി വന്നിട്ട് ഇങ്ങനെ ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട്, എന്തുവാ നിങ്ങളുടെ പരിപാടി? ഇങ്ങനെ എന്നാ ചോദിച്ചേ, എന്തുവാ നിങ്ങളുടെ പരിപാടി? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആളുകളുടെ മുമ്പ് ഇനിയും ചെറുതാവാൻ വേണ്ടിയിട്ടാണോ നിന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതിന്റെ പേരിൽ എന്ന് ചോദിക്കുമ്പോഴേ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. ഈശോ എൻ്റെ ചെവി പറഞ്ഞൊരു ഉത്തരം എന്താണെന്നറിയോ? ഡാ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഈ സ്നേഹം മനസ്സിലാക്കണമെങ്കിലേ നിങ്ങൾ ഈ കാണുന്ന ഒരായുസൊന്നും പറ്റത്തില്ല. അവൻ പറഞ്ഞ ഭാഷ മനസ്സിലാവണമെങ്കിൽ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ആ വചനമില്ലേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തവരെയൊന്നും ഒന്നും ചെയ്യില്ല. നിങ്ങൾ സഹനങ്ങളിലൂടെ പോകുന്നെങ്കിൽ ഓർത്തോണം പ്രിയമുള്ളവരെ, അത് സ്നേഹിക്കുന്നുണ്ടാണ്. ദൈവം നമുക്ക് അനുവദിച്ച സഹനവുമുണ്ട്, നമ്മൾ നേടിയെടുക്കുന്ന സഹനമുണ്ട്, നമ്മുടെ തന്നെ വൃത്തികേട് കൊണ്ട് നമുക്കുണ്ടാവുന്ന സഹനമുണ്ട്. എന്നിട്ട് നമ്മൾ എന്തോ പറയുന്നില്ല, ഇതൊക്കെ ദൈവത്തിന് അറിയാലോ എന്ന്. ദൈവത്തിന് അറിയത്തില്ല കേട്ടോ, അത് നമ്മുടെ വൃത്തികേട് കാരണം ഉണ്ടായ സഹനമാണ്. നമ്മുടെ ദൈവത്തോട് ചോദിക്കാതെ ചെയ്തതിനുള്ള സഹനമാണ്, അത് ദൈവം അറിയത്തില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്ന സഹനമുണ്ട്. ഈ ജോബിനെ അനുവദിച്ച സഹനം ഇതാ. ദൈവം ജോബിനെ അനുവദിച്ച സഹനം എന്താണ്? അവന്റെ ജീവനൊന്നും സംഭവിക്കരുത്, എന്ത് സഹനം വേണമെങ്കിലും കൊടുത്തു, അവൻ എന്നെ തള്ളി പറയത്തില്ലെന്ന് ദൈവം പറഞ്ഞു. പിശാച് എന്ത് ചെയ്തു? അവന്റെ ദേഹത്ത് മുഴുവൻ വ്രണമാക്കി. ഒരു എഴുത്തിലിങ്ങനെ വായിച്ചെങ്ങനെയാണ്, ഒരു ദിവസം ജോബ് നോക്കുമ്പോൾ ജോബിന്റെ കാലിൽ ഒരു വലിയ വ്രണമുണ്ട്, ഒരു മുറിവുണ്ട്. നോക്കുമ്പം ഒരു ദിവസം ഒരു പുഴു താഴേക്ക് ഇറങ്ങിപ്പോന്നു ആ മുറിവിൽ നിന്ന്. ജോബ് എന്ത് ചെയ്തു? തിരിച്ച് ആ പുഴുവിനെടുത്ത് മുറിവ് വെച്ചു. എന്റെ ദൈവം തന്ന സഹനം ഒട്ടും കുറയരുത്, അനുഗ്രഹവും കുറയുമെന്ന് കേട്ടോ. ആ നമ്മളാ പ്രാർത്ഥിക്കുന്ന സഹനം ഒഴിവാക്കി തരണേന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞെന്താ? നിന്റെ കുരിശു എടുത്തോണ്ട് വരാനാ. ഒരു ക്രിസ്ത്യാനി സഹനം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ, അനുഗ്രഹം ഉണ്ടാവില്ലെന്ന് അതിന്റെ അർത്ഥം. സഹനം കൊണ്ട് ചോദിച്ചു വാങ്ങിച്ചോണം. പ്രിയമുള്ളവരെ, ആ സെക്കൻഡ് മുതൽ ദൈവം അനുവദിച്ച സഹനം നിങ്ങൾ എപ്പോഴും ഓർക്കണം, അതെങ്ങനെ സഹിക്കണമെന്ന് ദൈവം പറഞ്ഞു തരില്ല. ശ്രദ്ധിക്കണേ, ദൈവം അനുവദിച്ച സഹനമാണ്, കഷ്ടപ്പാടാണ് നമുക്കുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം നമുക്ക് ഡയറക്ഷൻ തരില്ല. ഒരു അച്ഛന്മാർക്ക് പ്രാർത്ഥിച്ചാലും മെസ്സേജ് കിട്ടത്തില്ല, ഒരു ബ്രദർമാർക്ക് പ്രാർത്ഥിച്ചാലും മെസ്സേജ് കിട്ടത്തില്ല. കാരണം അത് അനുവദിച്ചതാ. വചനം പറയുന്നു, അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. അനുവദിച്ചതുകൊണ്ടാ, ആരെയും കാണത്തില്ല, ആർക്കും പറയാനൊക്കില്ല. ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ പ്രിയമുള്ളവരെ, അപ്പോ എൻ്റെ അടുത്ത് വൈഫ് ചോദിക്കുക, പപ്പോ ഈശോ എന്തെങ്കിലും പറയുന്നുണ്ടോ? മോൾ ആണി പിടിങ്ങിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് അതിന് തൊട്ട് മുമ്പ് വരെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എൻ്റെ കുഞ്ഞിനൊരു ഗതികേട് വന്നപ്പം ഈ പൊട്ടനായ കർത്താവ് ഒരു വാക്ക് മിണ്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാ ഈ കുന്തം നമുക്ക്? എന്തിനാ? എൻ്റെ കാര്യം വരുമ്പോ ഒന്നും പറയില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ഒരായുസൊന്നും പോരാ പ്രിയമുള്ളവരെ.
കുർബാനയുടെ മധ്യയിൽ നമ്മുടെ അടുത്ത് പറയും, ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തുവരുന്നു അല്ലേ? അപ്പൊ നമ്മളെല്ലാം കൂടെ കൂട്ടത്തോടൊരു മറുപടി പറയും. എന്താ അത്? ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് കർത്താവ് കൈ ഉയർത്താൻ പറഞ്ഞില്ല, കണ്ണുയർത്താൻ പറഞ്ഞില്ല, ശിരസ് ഉയർത്താൻ പറഞ്ഞില്ല, ഹൃദയം ഉയർത്താൻ പറഞ്ഞ എന്തുകൊണ്ടാണ്? കണ്ണുയർത്താൻ പറയാമായിരുന്നു, കൈ ഉയർത്താൻ പറയാമായിരുന്നു, ശിരസ് ഉയർത്താൻ പറയാമായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു നീ ഹൃദയം ഉയർത്താൻ. അപ്പൊ നമ്മൾ ഒരേ കണക്ക് പാട്ടുപാടി ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഹൃദയം ഉയർത്താൻ കർത്താവ് പറഞ്ഞത്? പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവമുണ്ടെങ്കിൽ അവൻ എവിടെയായിരിക്കും വസിക്കുക? ഹൃദയത്തിലായിരിക്കും. ഈ ഹൃദയത്തില് അവൻ തന്നെയാണോ എന്നറിയാൻ ഇത്തിരി സ്വാർത്ഥതയുണ്ട് യേശുവിന് ഈ കാര്യത്തിൽ. ഈ ഹൃദയത്തിൽ നീ വേറെ ആരെങ്കിലെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉയർത്താൻ പറ്റില്ല. ചുമ്മാ പാട്ട് പാടത്തുള്ളൂ, ഇതാ കർത്താവേ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു, പാട്ട് പാടത്തേ ഉള്ളൂ. നിന്റെ ഹൃദയത്തിൽ കർത്താവ് മാത്രമാണെങ്കിൽ, ഇതാ കർത്താവെ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു പറയുമ്പോൾ കർത്താവിന് അറിയാം ഇത് ആ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും ഇങ്ങനെ ഹൃദയത്തിലെടുത്ത് വെച്ചേക്കും, പലതും ഒക്കെ. ഈ ബൈബിൾ വചനം പറയുന്നുണ്ടേ, എന്തിലാണോ നിങ്ങൾ ഹൃദയം വെച്ചിരിക്കുന്നത് അത് എന്തിനെ പോലെ ചിറകടിച്ചുയരുന്ന? കഴുകനെ പോലെ ചിറകടിച്ചുയരും. നീ എന്തിലാണോ ഹൃദയം വെച്ചിരിക്കുന്നത് അത് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന്. ദൈവത്തിനല്ലാതെ നീ എന്തിൽ ഹൃദയം വെച്ചിരിക്കുന്നോ അത് കഴുകനെ പോലെ നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ പറയുന്നതിൽ? നിങ്ങൾ എന്തിൽ ഹൃദയം വെച്ച് നോക്കേ അത് നഷ്ടപ്പെടും. നിങ്ങൾ സമ്പത്തി ഹൃദയം വെച്ച് നോക്കേ പോയിരിക്കും. മക്കളെ ഹൃദയം വെച്ച് നോക്കൂ തകർന്നിരിക്കും. ജോലി ഹൃദയം വെച്ച് നോക്കേ തകർന്നിരിക്കും. ഞാൻ ഓർക്കുക പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് 5 മക്കളാണെന്ന്. 4 ആണുങ്ങളുടെ ഇടയിൽ ഒരു പെണ്ണിനെ എനിക്ക് തന്നെ. സംഭവിച്ചെന്താണെന്നറിയോ? ഈ മോളെ കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഹൃദയം മൊത്തം ഈ മോളുടെ മേലേക്ക് അങ്ങ് വെച്ച്. കാരണം 4 ആണുങ്ങളുടെ ഒരു പെണ്ണിനെ കിട്ടി ഞങ്ങൾ പിന്നെ അടങ്ങിയിരിക്കുമോ? അവന്മാർക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കുമ്പോൾ ഇവൾക്ക് 2 ഉടുപ്പ് വാങ്ങിക്കും, അവർക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ ഇവൾക്ക് 2 ചെരുപ്പ് വാങ്ങിക്കും, എല്ലാം ഇവൾക്ക് 2. അവന്മാർക്ക് ഒരു പവൻ എടുക്കുമ്പോൾ ഇവൾക്ക് 2 പവൻ വാങ്ങിക്കും. എല്ലാം ഹൃദയം മൊത്തം ഈ മോളിൽ അങ്ങ് വെച്ച് ഞങ്ങൾ കേട്ടോ. ശ്രദ്ധിക്കണേ നിങ്ങൾ. ഈ 4 ആണുങ്ങളുടെ ഇടയിൽ ഒരു മോളെ കിട്ടിയപ്പം എന്റെയും ഭാര്യയുടെയും ഹൃദയം മൊത്തം ദൈവത്തെ പോലും ഞങ്ങൾ അങ്ങ് വിട്ടു. പിന്നെ അതിനേക്കാൾ സാധനം മോളെന്ന് പറഞ്ഞ് നിൽക്കുക. സംഭവിച്ച എന്താണെന്നറിയോ? മോള് 1 വയസ്സുള്ളപ്പം ഒരു 2.5 ഇഞ്ചിന്റെ കോൺക്രീറ്റ് ആണി എടുത്തങ്ങ് വിഴുങ്ങി. എന്റെ മോള് 1 വയസ്സുള്ളപ്പം ഒരു 2.5 ഇഞ്ച് കോൺക്രീറ്റ് ആണി, അതായത് നമ്മൾ ഈ സിമന്റിലും പാറയിലൊക്കെ അടിക്കുന്ന ആണി എടുത്തങ്ങ് വിഴുങ്ങി. വേറൊന്നും അവൾക്ക് തിന്നാൻ കിട്ടിയില്ല. 1 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം. ഉടനെ എന്റെ ഭാര്യ എന്നെ ഈ മോള് ആണി എടുത്ത് വായിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കിടന്നു കട്ടിലേക്ക്. അപ്പോഴത്തെ വൈഫ് ഓടി ചെന്നപ്പോഴത്തെ ഈ മോള് അപ്പൊ മൊനഭാഗം മാത്രം വായിരിക്കുന്നത് കണ്ടത്. ഇവളും കിടക്കുകയും ചെയ്ത് അങ്ങ് ഇറങ്ങിപ്പോയി. വൈഫ് ഉടനെ ഫോണിൽ വിളിച്ചിട്ട് അപ്പൊ ഓടി വാ, മോളൊരു ആണി വിഴുങ്ങിയെന്ന് പറഞ്ഞു. അതിന്റെ നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ട, അതിന്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് പെരുമാതുറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വലിയ തീരദേശത്ത് കടൽ തീരത്ത് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മുമ്പിൽ കൺവെൻഷന് പോയി ധ്യാനിപ്പിച്ചിട്ട് വന്ന ആളാ ഞാൻ. അതിന്റെ പിറ്റേ ദിവസം ഓർക്കണം, നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത് ആയിരങ്ങളുടെ മുമ്പിൽ ദൈവത്തെ കുറിച്ച് പ്രഘോഷിച്ചിട്ട് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുക. അപ്പൊ വൈഫ് എന്നെ കുറിച്ച് അപ്പൊ ഓടി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നു, വീട്ടിൽ വന്നിട്ട് മോളെ എടുത്ത് നേരെ കൊണ്ടുപോയി വെൻസിയറിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഈ വാരിയലിന്റെ ഇടയ്ക്ക് വന്നിരിക്കുക ഈ ആണി, കൊടഭാഗം താഴേക്ക് വന്നിരിക്കുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ എൻഡോസ്കോപ്പി, കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കടത്താനുള്ള ചെറിയ ട്യൂബില്ല, ഇവിടെ എൻഡോസ്കോപ്പിയുള്ള ചെറിയ ട്യൂബില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന്, അത് ഇവിടെ കൊല്ലത്ത് മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ, അല്ല ഇനി കേരളത്തിൽ ഇവിടെ അടുത്ത് നമുക്ക് മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ്, ഈ ആണി തിരിഞ്ഞാൽ കുടല് മൊത്തം കീറിപ്പോവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെ എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് ഡോക്ടർ തന്ന കുറിപ്പുമായിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവാ. പ്രിയമുള്ളവർ, നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം കേട്ടോ, ദൈവം നമുക്ക് അനുവദിച്ച സഹനവുമുണ്ട്, നമ്മൾ നേടിയെടുക്കുന്ന സഹനമുണ്ട്, നമ്മുടെ തന്നെ വൃത്തികേട് കൊണ്ട് നമുക്കുണ്ടാവുന്ന സഹനമുണ്ട്. എന്നിട്ട് നമ്മൾ എന്തോ പറയുന്നില്ല, ഇതൊക്കെ ദൈവത്തിന് അറിയാലോ എന്ന്. ദൈവത്തിന് അറിയത്തില്ല കേട്ടോ, അത് നമ്മുടെ വൃത്തികേട് കാരണം ഉണ്ടായ സഹനമാണ്, നമ്മുടെ ദൈവത്തോട് ചോദിക്കാതെ ചെയ്തതിനുള്ള സഹനമാണ്, അത് ദൈവം അറിയുന്നില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്ന സഹനമുണ്ട്. ഈ ജോബിനെ അനുവദിച്ച സഹനം ഇതാ. ദൈവം ജോബിനെ അനുവദിച്ച സഹനം എന്താണ്?
അവന്റെ ജീവനൊന്നും സംഭവിക്കരുത്, എന്ത് സഹനം വേണമെങ്കിലും കൊടുത്തു, അവൻ എന്നെ തള്ളി പറയത്തില്ലെന്ന് ദൈവം പറഞ്ഞു. പിശാച് എന്ത് ചെയ്തു? അവന്റെ ദേഹത്ത് മുഴുവൻ വ്രണമാക്കി. ഒരു എഴുത്തിലിങ്ങനെ വായിച്ചത് ഇങ്ങനെയാണ്, ഒരു ദിവസം ജോബ് നോക്കുമ്പോൾ ജോബിന്റെ കാലിൽ ഒരു വലിയ വ്രണമുണ്ട്, ഒരു മുറിവുണ്ട്. നോക്കുമ്പം ഒരു ദിവസം ഒരു പുഴു താഴേക്ക് ഇറങ്ങിപ്പോന്നു ആ മുറിവിൽ നിന്ന്. ജോബ് എന്ത് ചെയ്തു? തിരിച്ച് ആ പുഴുവിനെടുത്ത് മുറിവ് വെച്ചു. എന്റെ ദൈവം തന്ന സഹനം ഒട്ടും കുറയരുത്, അനുഗ്രഹവും കുറയുമെന്ന്. കേട്ടോ, ആ നമ്മളാ പ്രാർത്ഥിക്കുന്ന സഹനം ഒഴിവാക്കി തരണേന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞെന്താ? നിന്റെ കുരിശു എടുത്തോണ്ട് വരാനാ. ഒരു ക്രിസ്ത്യാനി സഹനം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കല്ലേ, അനുഗ്രഹം ഉണ്ടാവില്ലെന്ന് അതിന്റെ അർത്ഥം. സഹനം കൊണ്ട് ചോദിച്ചു വാങ്ങിച്ചോണം. പ്രിയമുള്ളവരെ, ആ സെക്കൻഡ് മുതൽ ദൈവം അനുവദിച്ച സഹനം നിങ്ങൾ എപ്പോഴും ഓർക്കണം, അതെങ്ങനെ സഹിക്കണമെന്ന് ദൈവം പറഞ്ഞു തരില്ല. ശ്രദ്ധിക്കണേ, ദൈവം അനുവദിച്ച സഹനമാണ്, കഷ്ടപ്പാടാണ് നമുക്കുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം നമുക്ക് ഡയറക്ഷൻ തരില്ല. ഒരു അച്ഛന്മാർക്ക് പ്രാർത്ഥിച്ചാലും മെസ്സേജ് കിട്ടത്തില്ല, ഒരു ബ്രദർമാർക്ക് പ്രാർത്ഥിച്ചാലും മെസ്സേജ് കിട്ടത്തില്ല. കാരണം അത് അനുവദിച്ചതാ. വചനം പറയുന്നു, അവൻ ചുറ്റും തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. അനുവദിച്ചതുകൊണ്ടാ, ആരെയും കാണത്തില്ല, ആർക്കും പറയാനൊക്കില്ല. ദൈവം അനുവദിച്ച സഹനമാണെങ്കിൽ. പ്രിയമുള്ളവരെ, അപ്പോ എൻ്റെ അടുത്ത് വൈഫ് ചോദിക്കുക, പപ്പോ ഈശോ എന്തെങ്കിലും പറയുന്നുണ്ടോ, ഈശോ എന്തെങ്കിലും പറയുന്നുണ്ടോ? മോൾ ആണി പിടിങ്ങിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് അതിന് തൊട്ട് മുമ്പ് വരെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ എന്റെ കുഞ്ഞിനൊരു ഗതികേട് വന്നപ്പം ഈ പൊട്ടനായ കർത്താവ് ഒരു വാക്ക് മിണ്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തിനാ ഈ കുന്തം നമുക്ക്? എന്തിനാ ഇത്? എന്റെ കാര്യം വരുമ്പോ ഒന്നും പറയില്ല. ഇത് മനസ്സിലാവണമെങ്കിൽ ഒരായുസൊന്നും പോരാ പ്രിയമുള്ളവരെ. ഇത് മനസ്സിലാവണമെങ്കിൽ അവൻ എന്താ അങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന്. അവന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിച്ചത്. ചുറ്റും തിരിഞ്ഞു നോക്കി, ആരും ഒന്നും മിണ്ടിയില്ല. ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവൻ, ക്രിസ്തുവായി മാറേണ്ടവൻ ഇതിലൂടെ തന്നെ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും അറിയത്തില്ല, എനിക്കൊന്നും കേൾക്കാൻ വയ്യ ഇപ്പം. അപ്പൊ ഞാൻ ഈശോ അടുത്ത് പറഞ്ഞു, ഈശോ, നീ നാട്ടിലുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ നീ ഇങ്ങനെ പറയുമല്ലോ, എന്റെ ഈ മോളുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ, ഞാൻ എന്താ ചെയ്യണ്ടേ? മിണ്ടുന്നില്ല. ഈ കുഞ്ഞിനെയും കൊണ്ട് കാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ അപ്പം വൈഫിന്റെ ഒന്ന് ആലോചിച്ചൊക്കെ. അപ്പം എൻ്റെ അടുത്ത് എന്നെ ഭാര്യ എൻ്റെ ഒക്കെ ചോദിക്കും, അപ്പൊ ഇന്നലെയും പോയി ഈശോയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോയി വലിയ കൺവെൻഷനിൽ പ്രാർത്ഥിച്ച ആളല്ലേ, എന്നിട്ടും എന്താ നമ്മുടെ മോക്കി ഗതി വന്നേ? എന്തുത്തരം പറയും പ്രിയമുള്ളവർ നിങ്ങൾ? ഞാൻ എന്തോ പറയും? അപ്പൊ ഞാൻ അവൾക്ക് ഒറ്റ ഉത്തരം പറഞ്ഞേ, ഈശോ കാണിച്ചു തന്നല്ലോ മോള് ആണി വിഴുങ്ങിയെന്ന്. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അവൾക്ക് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ വേറെ വേറെ മരുന്നൊക്കെ കൊടുക്കും, അറിയില്ല. അവസാനം കുഞ്ഞ് മരിച്ചു പോകും. പ്രിയമുള്ളവരെ, അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ പോയി ഏകദേശം മേവറൊക്കെ കഴിഞ്ഞ് കൊട്ടിയം ജംഗ്ഷൻ എത്താനാകുമ്പോൾ ഞാൻ അപ്പോഴും ഈശോയോട് ഇങ്ങനെ നിരന്തരം ചോദിക്കും, കർത്താവേ, എനിക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ എന്താ, ഇത് നീ ഒന്ന് കാണുന്നുണ്ടെന്നെങ്കിലും ഒന്ന് പറയുന്നു. അതായത് ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടെന്ന് നീ അറിയുന്നെങ്കിലും ഒരു സൈൻ എങ്കിലും തരാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ കൊട്ടിയം ജംഗ്ഷൻ എത്തിയപ്പോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഈശോ പറയാ, ഹോളി ക്രോസ് ഹോസ്പിറ്റലിനകത്തോട്ട് വണ്ടി കയറ്റാൻ. ബെൻസിയർന്ന് ഡോക്ടർ എഴുതി തന്നത് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലും കയറരുതെന്നാ. നിങ്ങൾ, കാരണം കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ്. ഒരു സെക്കൻഡ് താമസിച്ചാൽ കുഞ്ഞു മരണം സംഭവിക്കും. അതുകൊണ്ട് എങ്ങും കയറി സമയം കളയരുത്, എത്രയും പെട്ടെന്ന് വണ്ടിക്കകത്ത് ലൈറ്റ് വിട്ട് തന്നെ പൊയ്ക്കൊള്ളാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഡേ ഈശോ പറയുന്നില്ലേ കൊട്ടിയെ ഹോളി ക്രോസിൽ കയറ്റാൻ. അപ്പൊ വൈഫ് ഒരു, പപ്പ എങ്ങും കയറില്ലെന്നല്ലേ പറഞ്ഞു, നമ്മൾ കയറി. നമ്മുടെ ഈശോ എൻ്റെ അടുത്ത് പറയുക കൊട്ടിയത്ത് ഹോളി ക്രോസിൽ കയറണമെന്ന്. വൈഫ് ഒന്നും വേണ്ടിയില്ല. നേരെ കൊട്ടിയത്തുനിന്ന് വണ്ടി വളച്ച് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലോട്ട് കയറി അവിടെ ചെന്ന് മോളെ പെട്ടെന്നിട്ട് വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി അവിടെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ബൈജു സേനാധിപൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടറുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഫേമസ് ഡോക്ടറാണ്. ഈ ഡോക്ടർ ആണ് അവിടെ ഉള്ളത്, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. അപ്പം ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്ന് റിപ്പോർട്ടൊക്കെ കാണിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എൻഡോസ്കോപ്പിക്കൊക്കെ ഉള്ള ചെറിയ ട്യൂബൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവിടെ ആ ട്യൂബുണ്ട്, പക്ഷേ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ലെന്നോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഡോക്ടറെ പ്ലീസ് പുള്ളി ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി എൻഡോസ്കോപ്പിയുടെ റൂമിലോട്ട് കയറി മോളെ കൊണ്ടുപോയി റൂമിലോട്ട് കയറ്റി എൻഡോസ്കോപ്പിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തപ്പം ഈ ആണി അങ്ങ് തിരിഞ്ഞിട്ട് അത് രക്തത്തിലൂടെ പോയി ചെന്ന് ചെറുകുടലിൽ പോയി കൊണ്ട് കുടലങ്ങ് കീറി. കുടൽ കേട്ട് കുടലിനകത്തുള്ള ഗ്യാസ് മൊത്തം പുറത്തു വന്നിട്ട് കൊച്ചിങ്ങനെ തവള പെരുകി കിടക്കുന്ന കണക്ക് കിടക്കുക. ഡോക്ടർ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ആ റൂം തുറന്നിറങ്ങി വന്നിട്ട് പറഞ്ഞു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാൻ. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്ന് ഒരു ക്രിസ്ത്യാനിയായി എനിക്ക് ആരെ അറിയിക്കാനാ? എനിക്ക് ഏത് ബന്ധുക്കൾ ഇരിക്കുന്നത്? നിങ്ങൾ പറ, നിങ്ങൾക്കൊക്കെ 1000 ബന്ധുക്കളല്ലേ?
ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് എനിക്ക് ഒരു മനുഷ്യനുമില്ല ബന്ധുക്കള്. അപ്പൊ ഞാൻ ഡോക്ടറെ ആരും അറിയിക്കാനല്ലോ, ഞാനും കൂടെ മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടില്ല, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കാൻ, സ്നേഹമുള്ളവരെ. എന്നിട്ട് ഡോക്ടർ പോയി ഡോക്ടറിന്റെ ക്യാബിനോട്ട് എടുത്തപ്പോൾ ഞാൻ പുറകെ ഓടി. കാരണം എൻ്റെ അടുത്ത് ഈശോ ഒരൊറ്റ അടയാളം പറഞ്ഞു, അവിടെ കയറാനാ പറഞ്ഞേ. ഞാൻ ഈശോ പറഞ്ഞിട്ട് ഈ ഹോളി ക്രോസിൽ കയറിയത്. അപ്പൊ എന്തെങ്കിലും ദൈവത്തിന് പദ്ധതി കാണത്തില്ലേ. ഞാൻ അങ്ങനെ ഓടി ചെന്നിട്ട് ഡോക്ടറെ ക്യാബിനിൽ ചെന്നിട്ട്, ഡോക്ടറെ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് വന്നേ. ഞാൻ ഈ വാക്കാ പറഞ്ഞേ, എന്റെ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലോട്ട് വന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഡോക്ടറിന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു പ്ലീസ് ഡോക്ടർ, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഡോക്ടർ ഉടനെ എന്ത് ചെയ്യുന്നത്, വേറെ അവിടുത്തെ എനിക്ക് പരിചയമുള്ള സിസ്റ്റർ, പിന്നെ സിസ്റ്റർമാർ ചെന്നിട്ട് പറഞ്ഞു ഡോക്ടർ പ്ലീസ് ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേപ്പേഴ്സിനകത്ത് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് ഓപ്പറേഷൻ കയറ്റി. പ്രിയമുള്ളവർ, ഞങ്ങളുടെ മോളിങ്ങനെ ഈ വീൽ ചെയറിൽ ഇങ്ങനെ കിടത്തി കൊണ്ടുവരുമ്പം, ആ സ്ട്രക്ചറിൽ കിടത്തി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തവള പെരുകി കിടക്കുന്നവർ കിടക്കുക. ഇത് കണ്ടിട്ട് വൈഫ് ബോധം കെട്ടങ്ങ് വീണു. വേറെ ആരും ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ഈ മറ്റൊരു വിശ്വാസി എന്നൊക്കെ ഒരു ക്രിസ്ത്യാനി ആയവനൊന്നും ലോകത്ത് ആരും കാണത്തില്ലെന്നേ, ദൈവം അല്ലാതെ. അതിന്റെ സന്തോഷം വേറെയാ. നമുക്കൊന്നും ആരും ഇല്ലെന്ന് പറയുന്നതിന്റെ സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഉള്ളതിന്റെ സങ്കടത്തിൽ കിടക്കുക എല്ലാരും. ഞാൻ അപ്പം ഓടി വന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ഇല്ലല്ലോ ബ്രദർ, പെട്ടെന്ന് ഡോക്ടറോട് പോയിക്കും, വൈഫിനെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാൽ അയാളെ പിടിക്കാൻ ഒരു സിസ്റ്റർ. ഈ സിസ്റ്റർമാരൊക്കെ പുണ്യവതികളാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊക്കെ പൊങ്കാല ഇടുന്നില്ല അവരെയൊക്കെ. ഓർക്കണം പ്രിയമുള്ളവർ, അവരൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന്. ഞാൻ ഓർക്കുമ്പോൾ ഒരു സിസ്റ്റർ, ഒരു സഹോദരി വന്നിട്ട് പിടിക്കുക, ഒരു കന്യാസ്ത്രീ വന്നിട്ട് ബ്രദർ പൊയ്ക്കോ, ഞാൻ നോക്കിക്കൊള്ളാം വൈഫിനെ. എനിക്ക് പരിചയം പോലും ഇല്ല സിസ്റ്ററിനെ ഒന്നും. പ്രിയമുള്ളവരെ, അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി 4.5 മണിക്കൂർ എടുത്തു ഓപ്പറേഷൻ. ഞാൻ ഹോളി ക്രോസിന്റെ മേളിലൊരു ചാപ്പലിനകത്ത് ഇങ്ങനെ ചാരി തറയിലിരിക്കുക, എൻ്റെ മടിയിൽ ഭാര്യ ഇങ്ങനെ കിടക്കുക. ഞാൻ എൻ്റെ കർത്താവിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിന്നില്ല. എനിക്കറിയാം അവിടെ നിന്ന ഒരു ചുക്കും നടക്കത്തില്ലെന്ന്. എനിക്കറിയാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ ചാപ്പലി വന്നിട്ട് ഞാനിങ്ങനെ ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് എന്തുവാ നിങ്ങളുടെ പരിപാടി, ഇങ്ങനെ എന്നാ ചോദിച്ചേ, എന്തുവാ നിങ്ങളുടെ പരിപാടി, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആളുകളുടെ മുമ്പ് ഇനിയും ചെറുതാവാൻ വേണ്ടിയിട്ടാണോ നിന്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതിന്റെ പേരിൽ എന്ന് ചോദിക്കുമ്പോഴേ നിങ്ങൾ വിശ്വസിക്കുന്നറിയില്ല. ഈശോ എന്റെ ചെവി പറഞ്ഞൊരു ഉത്തരം എന്താണെന്നറിയോ? ഡാ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാടാന്ന്. ഈ സ്നേഹം മനസ്സിലാക്കണമെങ്കിലേ നിങ്ങൾ ഈ കാണുന്ന ഒരായുസൊന്നും പറ്റത്തില്ല. അവൻ പറഞ്ഞ ഭാഷ മനസ്സിലാവണമെങ്കിൽ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ആ വചനമില്ലേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുമെന്ന്. സ്നേഹിക്കുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തവരെയൊന്നും ഒന്നും ചെയ്യില്ല. നിങ്ങൾ സഹനങ്ങളിലൂടെ പോന്നെങ്കിൽ ഓർത്തോണം പ്രിയമുള്ളവരെ, അത് സ്നേഹിക്കുന്നുണ്ടാ. രണ്ടാമതവരൊരു ഉത്തരം പറഞ്ഞു, അതെന്നെ തളർത്തി കളഞ്ഞു. നീ എന്നേക്കാൾ ഒന്നാം സ്ഥാനം നിന്റെ പെണ്ണിന് കൊടുത്തില്ലിടാന്ന്, നിന്റെ മോക്ക് കൊടുത്തില്ലേന്ന്. ഇത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നേക്കാൾ ഒന്നാം സ്ഥാനം നീ നിന്റെ മോൾക്ക് കൊടുത്തില്ലേന്ന് വെച്ചപ്പം ഞാൻ കരയാൻ തുടങ്ങി. എന്റെ കണ്ണിൽ ഇങ്ങനെ ഒഴുകുന്ന കണ്ടിട്ട് എന്റെ വൈഫ് എന്റെ ചോദിച്ചു, എന്തു ഇപ്പൊ നമ്മൾ ഈശോ ഇങ്ങനെ പറയുന്നടേ, നമ്മൾ ഒന്നാം സ്ഥാനം മോക്ക് കൊടുത്തെന്ന്, അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെന്ന്. അപ്പൊ അവള് പറഞ്ഞു, ആണല്ലോ, അപ്പൊ നമ്മൾ ഒന്നാം സ്ഥാനം അവൾക്കല്ലേ കൊടുത്തത്. പ്രിയമുള്ളവർ, ഞാനും എന്റെ ഭാര്യയും കൂടെ ആ ചാപ്പലില് കമന്നങ്ങ് കിടന്നു. എന്നിട്ട് കർത്താവേ, ഇനി തിരിഞ്ഞു നോക്കത്തില്ല ഞങ്ങളവളെ, ഇനി ഞങ്ങള് മൈൻഡ് ചെയ്യില്ല കർത്താവേ, ഞങ്ങളെ മകളെ ഇനി ഞങ്ങൾ അവൾക്കൊരു വിലയും കൊടുക്കത്തില്ല കർത്താവേ. അവൾ ജീവിച്ച് തളർന്നെങ്കിലും വീട്ടിൽ കിടന്നാൽ മതി കർത്താവേ, ജീവനോട് തിരിച്ചു തരണം പ്ലീസ്. ഇനി ഞങ്ങൾ അവളെ മൈൻഡ് ചെയ്യില്ല കർത്താവേ. പ്രിയമുള്ളവരെ, ഇത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇങ്ങനെ കമന്ന് കിടന്ന് നിലവിളിക്കുമ്പം ഇല്ല, നേരത്തെ വന്ന സിസ്റ്റർ വന്നിട്ട് വിളിച്ചു പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നു. ചെന്നപ്പോ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. ചെല്ലുമ്പം എന്റെ കയ്യിലേക്ക് ഒരു കുപ്പിക്കകത്തൊരു ആണി എടുത്തിട്ട് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ, ഇയാളുടെ വിശ്വാസം അപാരാട്ടാ. എനിക്ക് വിശ്വാസമൊന്നുമില്ലായിരുന്നു കൊച്ചിന്റെ വയറ്റിൽ നിന്ന് ആണി എടുക്കാനായിട്ട്. പക്ഷെ ഇയാളുടെ ഒരു വാക്കുണ്ടല്ലോ, ഇയാളെ കർത്താവ് ഇങ്ങോട്ട് വിട്ടെന്ന്, ആ വാക്കിന്റെ ഉറപ്പിലാണ് ഞാനിത് ചെയ്തതെന്ന്. പ്രിയമുള്ള, ഇത് പറയുമ്പോ എന്റെ കണ്ണ് നിറയേണ്ടത് ഡോക്ടറിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കുക ഈ മോള്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞൂടെ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെങ്കിലും ഹൃദയം വെച്ചിട്ടുണ്ടോ? ഉറപ്പിച്ചോ, പണി കിട്ടാൻ പോവാ. മക്കൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ?
ഭർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഭാര്യയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? മാതാപിതാക്കൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഈ ദൈവത്തിനല്ലാതെ നിങ്ങളങ്ങോട്ട് കൊടുത്തു നോക്കേ, ഇവരങ്ങോട്ട് ഒന്നാം സ്ഥാനം. നിന്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ഈ കർത്താവിനൊന്ന് കൊടുത്തു നോക്കേ, നിന്റെ ജീവിതം ഇങ്ങനെ മാറാൻ തുടങ്ങും. ഇന്ന് എന്റെ മോളുടെ വയറ്റിൽ നെടുക ഒരു കീറലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ വയറ് ചാടാൻ പാടില്ല. വയറ് ചാടിയ 2 വയറ് പോലെ തോന്നും കൊച്ചിന്. അപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മുതൽ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. ഏകദേശം 6-7 വർഷത്തിന് മുമ്പ് ടോളറൻസ് ഒക്കെ ആയിരുന്നു. അവിടെ ഡാൻസിന്റെ അരങ്ങേറ്റം ടൗൺ ഹാളിൽ വെച്ചിട്ട് വലിയൊരു പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. ഇന്ന് അവളൊരു ഭരതനാട്യം കുച്ചിപ്പിടിയൊക്കെ പഠിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ടൊന്ന് കാണിക്കും. പപ്പാ വയറ് നോക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ ഒക്കെ അല്ലേ. അതിനുശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ, ഞങ്ങളുടെ മകളെ ഈ 5 മാനിച്ചിട്ടില്ല. 5 മുകളിൽ ദൈവത്തിന് ഞങ്ങളൊരു ഒന്നാം സ്ഥാനം കൊടുത്ത് കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറയാൻ പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഇങ്ങനെ സമർപ്പിച്ച് ജീവിക്കുന്നെന്ന് പറയുമ്പം ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതിനെ ഒന്നും സമർപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. നിന്നെ തന്നെ ആദ്യം സമർപ്പിച്ചാൽ മതി. വേറെ ആര്? എന്റെ ഭർത്താവിനെ സമർപ്പിക്കുന്നു, എന്റെ മക്കളെ സമർപ്പിക്കുന്നു, അതൊക്കെ അവരാ സമർപ്പിക്കണ്ടേ. ഞാൻ സമർപ്പിച്ച് കഴിയുമ്പം നമ്മുടെ മക്കളും ഭാര്യയും ഒക്കെ ഇങ്ങനെ കൂടെ വന്നോളും സമർപ്പിക്കാൻ. നമ്മുടെ ഉത്തരവാദിത്തം അല്ലത്. കർത്താവേ എന്റെ ഭർത്താവിനെ സമർപ്പിക്കും. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇന്റർസെഷൻ പ്രാർത്ഥിക്കാം, മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പക്ഷെ സമർപ്പിക്കേണ്ടത് ഞാൻ എന്നെ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന. നമ്മുടെ വീട്ടിൽ വേറെ ആരും വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നാ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. വീട്ടുകാരെല്ലാം നന്നാക്കാൻ പോവല്ലേ? നീ വിശ്വസിക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ? എന്നാ ഉറപ്പിച്ചു, ഈ കുടുംബം കൂടെ വന്നിരിക്കും. പക്ഷെ നീ വിശ്വസിക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, എന്റെ ഭാര്യയും മക്കളും ഇതുവരെയ്ക്കും ഒരു ധ്യാനവും കൂടിയിട്ടില്ല. എന്റെ ധ്യാനം കേട്ട് വിശ്വാസികളായാന്ന്. ഞാൻ മാത്രമേ എന്റെ കുടുംബത്തിൽ വിശ്വസിച്ചുള്ളൂ. ഇന്ന് എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ സഹോദരങ്ങള്, എന്റെ വൈഫിന്റെ അമ്മ, അവരുടെ കുടുംബം ഒക്കെ വിശ്വാസികളായി. ഞാൻ മാത്രമേ വിശ്വസിച്ചുള്ളേ. ആ കുടുംബത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രം ദൈവം പിടിച്ചേ. പക്ഷെ ഇന്ന് എന്റെ കൂടെ ഒരു 17-18 പേരുണ്ട് എന്റെ കുടുംബത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നവര്. നീ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട്, വിശ്വാസികളായി? എന്നിട്ടേ പറയാവൂ ക്രിസ്ത്യാനിയാന്ന് കേട്ടോ, അല്ലാതെ പറയല്ലേ. യേശുവിന്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നോ? പറ. യേശുവിന്റെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നോ? അല്ല. യേശുവിന്റെ അപ്പൻ ക്രിസ്ത്യാനിയായിരുന്നോ? അല്ല. യേശു ക്രിസ്ത്യാനിയായിരുന്നോ? അല്ല. പിന്നെ നിങ്ങൾ അങ്ങനെ ക്രിസ്ത്യാനിയായി? യേശുവിന്റെ കൂടെ പോയവരെയാ ക്രിസ്ത്യാനി. ഇന്നത്തെ ലേഖനം നമ്മൾ വായിച്ചില്ലേ? അന്ത്യോക്യയിൽ വെച്ചാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചതെന്ന്. യേശുവിന്റെ പുറകെ നടന്നവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. ഇത് മനസ്സിലായവരെന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഇത് മനസ്സിലായവര് യേശുവിന്റെ പുറകെ പോയവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ലാതെ ജ്ഞാനസ്നാന വെള്ളം തലേ വീണെന്ന് പറഞ്ഞ് അഹങ്കരിക്കല്ലേ എന്റെ പ്രിയമുള്ളവരെ. നീ പുറകെ നടക്കുന്നതാണോ? നീ കൂടെ നടക്കുന്നവനാണോ? അനുധാവനം ചെയ്യുന്നവളാണോ? എന്നാ ഉറപ്പിച്ചോ പ്രിയമുള്ളവരെ, നീ ക്രിസ്ത്യാനിയാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാം. കൂടെ നടക്കുന്നില്ലെങ്കിൽ പറയല്ലേ. റേഷൻ കാർഡിൽ പേര് വരാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും മൈനോറിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണോ നീ ക്രിസ്ത്യാനി ആയെങ്കിൽ തെറ്റി പ്രിയമുള്ളവരെ. നമ്മൾ അതല്ല. ദൈവത്തിന്റെ സ്വന്തം ജനതയെന്ന് അവകാശപ്പെടുന്ന അഭിമാനത്തോട് ജീവിക്കേണ്ടവരാ നമ്മളൊക്കെ. ഇസ്രായേലെ എന്ന് വിളിച്ചത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാ. ഇസ്രായേൽ എന്ന് വിളിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയാ. അത് നമ്മളെ നാണം കെടുത്തല്ലേ പ്രിയമുള്ളവരെ. അപ്പോ എവിടെയാ നമ്മൾ സമർപ്പിച്ചത്? എവിടെ എന്താ കൊടുത്തത്? പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കാണ്, അന്ന് എന്റെ ജീവിതത്തിന്റെ ഒരു 2ാം ഘട്ടം പൂർത്തിയാകണം എന്റെ മോളുടെ ഈ സഹനം. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണത്. ആ കാലഘട്ടത്തിൽ എൻ്റെ ഈ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇവരൊക്കെയാണെന്ന് ആ ഹോസ്പിറ്റൽ ബില്ല് പോലും അടയ്ക്കാൻ എൻ്റെ കയ്യിലൊന്നും ഒരു സമ്പത്തൊന്നും ഒന്നുമില്ല. എല്ലാം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊക്കെ ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരു ബ്ലെസ്സിങ് ഉണ്ടായി. അവിടെ ഞാൻ വിശ്വസത പാലിച്ചത് കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സാമ്പത്തിക മേഖലയുടെ മേല് ദൈവം ഒരു കൈ അങ്ങോട്ട് വെച്ചു. ഞാൻ അവിടെ അവനെ തള്ളി പറയാതിരുന്നുകൊണ്ട്, എൻ്റെ മോളുടെ ജീവിതം എടുക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും ഞാൻ കർത്താവെ നിന്നെ വിട്ടുപോകത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട്, പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കിട്ടാത്തതിന് ദൈവത്തോട് പരാതിയുണ്ട്, എന്തൊക്കെ ദൈവം തരാത്തതിന് നിങ്ങൾക്ക് സങ്കടമുണ്ട്.
ഇന്ന് നമുക്ക് ചിന്തിക്കണം, എന്തിനൊക്കെയാണ് ദൈവത്തിനോട് നമുക്ക് പരിഭവമുള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചില ഷോയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ കാഴ്ചവെപ്പിന്റെ സമയത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഒരു പിങ്ക് കവറുമായിട്ട് നിങ്ങൾ ഇവിടെ വരത്തില്ലേ? ഇവിടൊക്കെ ഉണ്ടോ? പള്ളിയിൽ ഉണ്ടാ? ഉണ്ട്. ഈ പിങ്ക് കവറുമായിട്ട് നിങ്ങൾ ആ വലിയ വാതിലിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേ നിങ്ങളുടെ ജാട എന്തുവാ? ആ സാരിയൊക്കെ എടുത്ത് തലയൊക്കെ ഇട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനല്ലേ ലംബാനി വരുന്നതാണൊക്കെ വരുന്നത് അല്ലേ? ആ കവർ കൊണ്ട് അവിടെ കൊടുക്കും. ആ കവറ് അച്ഛൻ കൊണ്ടുപോയി മേളെ ചെന്ന് തുറന്നു കഴിഞ്ഞാൽ അച്ഛൻ വാവിട്ട് നിലവിളിക്കും. ജാട അതൊന്നും അല്ലായിരുന്നു. 10 ഒരു നോട്ട്, എന്റെ ദൈവമേ, അതിന്റെ മേളിൽ പോയിട്ടില്ല, ചരിത്രമില്ലെന്നേ, ചരിത്രമില്ല. പക്ഷെ ജാട എന്തുവാ? അങ്ങ് ലക്ഷങ്ങള് അംബാനി പോവുക അങ്ങ്. ഇതൊക്കെ പള്ളി കാണിക്കാനെ കൊള്ളാവുള്ളേ. ഇതൊക്കെ ഇവിടെ പറ്റത്തോളന്ന്. ഈ പാവപ്പെട്ടവന്റെ അടുത്ത് ഈ കളിയൊക്കെ നടക്കൂ. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഈ ഇദ്ദേഹമാ. നിങ്ങൾക്കറിയോ ഈ തുയ്യം പള്ളിയിലൊക്കെ എത്രത്തോളം മുക്കുവണ്ടം കൊണ്ടിരുന്നെന്ന് അറിയോ? ഈ ഈശോയുടെ കൈകെട്ടി ഈശോയുടെ കയ്യിൽ കൊണ്ട് മോതിരം ഇട്ടേക്കുന്നെല്ലാം പലതും മുക്കുവണ്ടം. മോൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുത്ത് മോന് ജോലി കിട്ടിയപ്പോ അമ്മച്ചി നേർന്ന മക്കളെ ആ പൈസ ആ ഈശോയ്ക്കുള്ള ആ മോതിരം വായിക്കാനുള്ള പൈസ ഇങ്ങ് അയച്ചു തരണേ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മോൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ മോൻ്റെ അടുത്ത് പറയും മോനെ വാങ്ങിച്ചോണ്ട് വരണേന്ന്. അപ്പം അറിയാലോ പുണ്യാളൻ എന്തിനാ, ഈശോയ്ക്ക് എന്തിനാ മോതിരം എന്ന്. അപ്പം അമ്മച്ചിക്ക് പോയി അവിടുന്ന് 50 രൂപയുടെ മോതിരം വാങ്ങിച്ചിട്ട് അമ്മ കൊണ്ട് പുണ്യാളിടാ. ഇത് യേശു ഉരച്ചു നോക്കുന്ന ആ ഇടവക അച്ഛൻ പറയുന്നോ ഇത്രയും മുക്കുകൊണ്ട് വന്നു. ദൈവത്തെ വരെ പറ്റിക്കുന്ന ആൾക്കാരാന്നേ നമ്മള്. എന്നിട്ട് നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. സൂപ്പറാന്ന് പുള്ളിക്ക് അറിയാലോ. എന്നിട്ട് പുണ്യാള് എല്ലാം അറിയാലോ. തൽക്കാലം ഇതേ ഉള്ളു കേട്ടോ. എടാ, ഈ പാവം പിടിച്ചവൻ ഒരു മെഴുകുതിരി പോലും വേണ്ട. നീ കത്തിക്കുന്ന ഒരു മെഴുകുതിരി പോലും ഈ ദൈവത്തിന് വേണ്ടെന്നേ. എന്നിട്ടും ആ ദൈവത്തെ നമ്മൾ പറ്റിക്കുന്നേ. പ്രിയമുള്ളവരെ, നമ്മുടെ സമർപ്പണങ്ങൾ മാറ്. ഈ കവറിനകത്ത് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ഹൃദയ സങ്കടങ്ങളാ. ഒരു വീട്ടിലൊരു 10 രൂപ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ പറയും അമ്മച്ചിമാര്? എടുക്കാത്തൊരു 10 രൂപ കൈ വന്ന് എന്തോ ചെയ്യും? മക്കളെ ബൈബിളിലോട്ട് വെച്ചാൽ ഞായറാഴ്ച പള്ളിയിലും കിടാന്ന്. എടുക്കാത്തതൊക്കെ കർത്താവിന്, കീറിയതൊക്കെ കർത്താവിന്, മുഷിഞ്ഞതൊക്കെ കർത്താവ്. നിങ്ങൾ ഈ പള്ളിയിലെ പൈസ എണ്ണി നോക്കണം പ്രിയമുള്ളവരെ. ഏറ്റവും മുഷിഞ്ഞതായിരിക്കും കൂടുതലും കേട്ടോ. പൈസ എണ്ണാനൊക്കെ ഇരിക്കത്തില്ല കമ്മിറ്റിക്കാരൊക്കെ. ഇവിടെ കമ്മിറ്റിക്കാരൊന്നും ഇല്ലേ? ഉണ്ട്. ഓക്കെ പ്രിയമുള്ളവരെ, ആ പൈസ എന്നിട്ട് പോയി കൈ കഴുകും സോപ്പിട്ട്. നാറിയിട്ട് വയ്യ, അത്ര മോശപ്പെട്ടതാ കൊടുക്കുന്നേ അല്ലേ? ഈ ഹിന്ദുക്കളുടെ വിശ്വാസം ഈ 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതി കൈനീട്ടം കൊടുക്കും. ആ കൈനീട്ടം കൊടുക്കുന്ന നോട്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്ന പുത്തൻ നോട്ടാ കൊടുക്കുന്നേ. ദൈവമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നല്ലതേ കൊടുക്കും കേട്ടാ. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കേ, ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങും. അല്ലാതെ നമ്മളിങ്ങനെ ഷോയും കാണിച്ച് ഇവിടെ വന്ന് കിടന്ന് ഈ ഫ്രാൻസിസ് അച്ഛനായിട്ട് വായിട്ട് നിലവിളിപ്പിക്കാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അല്ലേ? അപ്പം സ്നേഹമുള്ളവരെ, ഈ കാഴ്ചയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു സമർപ്പണമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഒരമ്മയും മകനും കൂടെ ഒരു വീട്ടിന്റെ മുറ്റത്തിരുന്ന് വിറക് പറക്കുക കേട്ടോ. ആ കഥ കേൾക്കണേ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ അമ്മയും മകനും കൂടെ വീട്ടിന്റെ മുറ്റത്തിരുന്ന് വിറക് പറക്കുക. ആ വീടിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ വിറക് പറക്കിയിട്ട് അടുപ്പ് കൂട്ടി കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ 1 തോട എണ്ണയേ ഉള്ളൂ. തോട കണക്ക് അറിയാമല്ലോ അല്ലേ? പഴയ കണക്കാ. 1 തോട എണ്ണയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഈ വീട്ടിന്റെ അവസ്ഥ വെച്ചാൽ ദാരിദ്ര്യവും പട്ടിണിയാ. കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ 1 തോട എണ്ണയും മാത്രമുണ്ട്. ഈ അമ്മയും മകനും കൂടെ വിറക് പറക്കുക. ഈ വിറക് പറക്കിയിട്ട് തീ ഉണ്ടാക്കി ഈ എണ്ണ വെച്ച് ഈ മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കി കഴിക്കണം. അട്ടാ ആ ഗ്രന്ഥഭാഗം വായിക്കുമ്പോൾ എന്നിട്ട് അവർ മരിക്കുമെന്ന് പറഞ്ഞാൽ, മരിക്കുന്ന ആത്മഹത്യയൊന്നുമല്ല, അവർ ആ മരണത്തിന്റെ അവസ്ഥയിലെത്തി. ഇനി ആ വീട്ടിലില്ല. ഇതും കൂടെ കഴിച്ചാൽ അവിടെ കഴിക്കാനില്ല, അവർ മരിച്ചു പോവും ആഹാരം കഴിക്കാനില്ലാതെ. ഈ വീട്ടിലേക്കാണ് ഏലിയ പ്രവാചകൻ കയറി വരുന്നത്. ഏലിയ ആ വീട്ടിലോട് വന്നിട്ട് പറഞ്ഞേ, എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നു. ആദ്യം വെള്ളം എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഏലിയ പറഞ്ഞേ, കഴിക്കാനും എന്തെങ്കിലും വേണേ. അപ്പൊ ഈ അമ്മയും മകനും കൂടെ മുഖത്തോട് മുഖം നോക്കി, ഇങ്ങേരിത് എവിടുന്ന് കയറി വരുന്നത് ഈ സമയത്ത്? കലത്തിലാകെ 1 പിടി മാവ്, ഇത്തിരി എണ്ണയും ഉള്ളു. ഇവിടെ വന്ന് തന്നെ ചോദിക്കും, വേറെ ഒരു വീടും കണ്ടില്ല അങ്ങേർക്ക്.
നമ്മൾ തന്നെ വീട്ടിൽ പറയത്തില്ലേ? നമ്മൾ തന്നെ നാട്ടിൻപുറത്ത് പറയത്തില്ലേ, ഇവിടെ തന്നെ വന്ന് കഴിക്കണ അച്ചാച്ചന്റെ വീട് അവിടെ ഇല്ലായിരുന്ന, ഇപ്പൊ അച്ചാച്ച വീട്ടിൽ സമ്പത്തൊക്കെ ഉള്ളതല്ലേ, ഇവിടെ ഈ ഇല്ലാത്തടത്ത് തന്നെ വന്ന് കഴിക്കുന്നതിനാ. കേട്ടോ, ഇല്ലാത്തടത്തെ ചിലര് വിടും, ചിലരെ ദൈവം വിടും. കേട്ടോ സ്നേഹമുള്ളവരെ, അങ്ങനെയാണ്. അമ്മയും മകനും കൂടെ മുഖത്തോട് മുഖം നോക്കി എന്ത് കൊടുക്കും ഇയാൾക്ക്, ഈ വന്ന മനുഷ്യന്. പക്ഷേ അമ്മയും മകനും ഒന്നും മിണ്ടിയില്ല. അമ്മ ഓടിപ്പോയി കൈയൊക്കെ തുടച്ചിട്ട് അടുക്കള ചെന്ന് വിറകെടുത്ത് എല്ലാം വെച്ചിട്ട് ഈ കാലം മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കി എലിയാ പ്രവാചകന് കൊടുത്തു. പ്രവാചകൻ വയറ് നിറച്ച് തിന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോയെന്ന്. നന്ദിയില്ലാത്തവൻ. ഒറ്റ അക്ഷരം മിണ്ടിയില്ലെന്ന്, ഒറ്റ അക്ഷരം മിണ്ടിയില്ല പ്രവാചകൻ. ഒരു വാക്ക് പോലും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ആ വചനഭാഗത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട് ഒരു വാക്ക്: പിന്നീട് ഒരിക്കലും ആ കലത്തിലെ മാവ് തീർന്നില്ല, പിന്നീട് ഒരിക്കലും ആ ഭരണിയിലെ എണ്ണ വറ്റില്ലെന്ന് കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. നീ നിന്റെ ഇല്ലായ്മയിൽ നിന്നാണോ കൊടുക്കുന്നതെങ്കിൽ ഓർത്തോ പ്രിയമുള്ളവരെ, ദൈവം നിനക്ക് തരാനിരിക്കുക, ദൈവം നിനക്ക് തരാനിരിക്കുക. നീ നിന്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്താൽ, കൂട്ടിവെച്ചിട്ട് കൊടുക്കുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല. വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? ബാക്കിയുള്ളവരെല്ലാം വലിയ തുക ഇട്ടപ്പോ അവള് വന്ന് ആ ഓട്ടക്കാരനെ എടുത്തിട്ടു. അപ്പൊ ദൈവം പറഞ്ഞു, ഓ ഇവളിട്ടതാ ഏറ്റവും വലുത് കേട്ടോ, നിങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളതീന്ന് തന്നു, പക്ഷേ അവൾക്കുള്ളത് മുഴുവൻ തന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമർപ്പണം ഇല്ലേ, നിങ്ങൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാ. കൊടുക്കുന്നില്ലെങ്കിൽ ലഭിക്കത്തില്ലെന്നും അതിന്റെ അർത്ഥം. നിങ്ങൾ കൊടുക്കുവിൻ, നിങ്ങൾക്ക് അളന്ന് നിറച്ച് കുലുക്കി തരുമെന്ന വചനം പറയുന്നേ. കൊടുക്കുവിൻ, നിങ്ങൾക്ക് അളന്ന് നിറച്ച് കുലുക്കി തരും. എങ്ങനെ ഈ അളന്ന് നിറച്ച് കുലുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പണ്ട് നമ്മുടെ ഈ നാട്ടിൽ പറയെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, കണ്ടിട്ടുണ്ടോ? അതിന് പറയ്ക്കകത്ത് എങ്ങനെ അളക്കുന്നേ? ആദ്യം അളക്കും, അളന്ന് കഴിയുമ്പോ അതിങ്ങനെ ലെവലാവും. പിന്നെ ഇതൊന്ന് കുലുക്കുമ്പോ ഇത് കുറച്ച് താഴേക്ക് പോകും, പിന്നെ വീണ്ടും നിറയ്ക്കും. ഇതാ വചനം ഭാഗം പറയുന്നേ. അളന്ന് നിറച്ച് കുലുക്കി നിനക്ക് തരുന്നത്. നീ എപ്പോഴാ അതങ്ങനെ തരുന്നത്? നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില് നീ ഇങ്ങനെ കൊടുക്കുമ്പോ, കൊടുക്കുമ്പോഴേ കിട്ടൂ കേട്ടോ, ഇങ്ങനെ കൊടുക്കുമ്പോഴേ കിട്ടൂ. പ്രിയമുള്ളവരെ, അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയില് കർത്താവിന്റെ മുമ്പിൽ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവെ, അളന്ന് നിറച്ച് കുലുക്കി തരുന്ന നിന്റെ ആ അനുഗ്രഹത്തെ ഞങ്ങൾ മാനിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളും കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളും കൊടുക്കാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, തീരുമാനമെടുക്കുക. പള്ളിയിലൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടൂല്ലേ? സ്കാച്ച് ഷോപ്പിന്റെ മനോഹരമായ പാട്ടുണ്ടല്ലോ, എന്തുവാ? സർവവും, അതെ, സർവവും പാടാം. യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ശബ്ദം പോലെ ഉറക്കെ, സർവവും ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്ത് മനോഹരമായിട്ടാണ് നമ്മളിതൊക്കെ പാടുന്നില്ലേ ദേവാലയത്തില്? നമ്മൾ ഈ പാട്ടൊക്കെ ദേവാലയത്തിൽ വന്ന് കാഴ്ചവെപ്പിന്റെ സമയത്ത് പാടിയിട്ട് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് കുർബാനയും കഴിഞ്ഞ് തിരിച്ചിറങ്ങിപ്പോയപ്പം പള്ളിമുറ്റത്തിട്ട ചെരുപ്പ് കാണുന്നില്ല. എന്തോ ചെയ്യും? ഏതവനാണി എടുത്തോണ്ട് പോയത്. അയ്യോ, ഇന്നലെ ഇട്ട് കൊതി തീർന്നില്ല, അയ്യോ ദൈവമേ പുതിയ ചെരുപ്പായിരുന്നു, ആ കാലിൽ ആണി വരണേ കർത്താവേ. പാടിയത് എന്തുവായിരുന്നു? എന്തുവാടെ പറയടേ, പാടിയത് എന്തുവായിരുന്നു? സർവവും യേശുനാഥൻ. ഈ സമർപ്പിച്ച കൂട്ടത്തിൽ ഈ ചെരുപ്പും കൂടെ അങ്ങ് സമർപ്പിച്ചായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇതൊക്കെ പാടാനേ പറ്റൂ. മനുഷ്യനവനൊക്കെ എടുത്താൽ ഒക്കെ ഇരുന്ന് പാടത്തേ ഉള്ളു, പ്രവൃത്തിയൊക്കെ വേറെ ഇല്ലേ? സമർപ്പിച്ച കൂട്ടത്തിൽ ദൈവമേ ഏതോ ചെരുപ്പില്ലാത്ത വ്യക്തിയെ കൊണ്ടുപോയി ദൈവമേ ആ കാലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുവോ? എന്റെ പട്ടി പ്രാർത്ഥിക്കും. അങ്ങനൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാ. അത് കായലി മീനുമില്ല പണിയുമില്ല, എങ്ങനെങ്കിലും പൈസ ഒപ്പിച്ച് പച്ചക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ചെരുപ്പ് വാങ്ങിച്ചതാ. അപ്പടാ അങ്ങോട്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ സമർപ്പണം ഇവിടെ കിടക്കുക. അതുകൊണ്ട് തന്നെ അനുഗ്രഹം അവിടെ തന്നെ കിടക്കുക കേട്ടോ. അങ്ങോട്ട് ഹൃദയം കൊണ്ട് കൊടുക്ക്. പ്രിയമുള്ളവർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ 24 വർഷത്തിന് മുമ്പ് 1999 കേരളത്തിലെ പത്രമാധ്യമങ്ങളിലെല്ലാം എന്നെ കുറിച്ചൊരു വാർത്ത വന്നായിരുന്നേ.
എന്നെക്കുറിച്ച് 1999 കേരളത്തിലെ മാതൃഭൂമി, മലയാള മനോരമ പോലുള്ള പത്രങ്ങളിൽ എന്നെക്കുറിച്ചൊരു വാർത്ത വന്നു. ആ വാർത്ത എന്താണെന്നറിയോ? സ്വകാര്യ പണമിടപാട് സ്ഥാപനം കോടികൾ വെട്ടിച്ച് മുങ്ങിയെന്ന്. ആ മുങ്ങിയ ആളാണ് ഇന്ന് ഈ കോയിവിളപ്പള്ളിയിൽ നിൽക്കുന്നത് കേട്ടോ. മനസ്സിലായടേ? എന്തോ അടയത്? അപ്പൊ പലരും ചിന്തിക്കുക പിടിച്ചു കൊടുക്കാടാ ഇപ്പൊ ഇവനെ, അല്ലേ? പലരും മനസ്സിൽ ചിന്തിക്കുന്നത് ഇപ്പൊ അങ്ങ് പിടിച്ചു കൊടുക്കാന്ന്. വളരെ അങ്ങനെ 1999 ആളുകളുടെ കാശും പറ്റിച്ചു പോയ ഒരാളാടേ ഞാൻ കേട്ടോ. ഭയങ്കര ബാങ്കൊക്കെ ആയിരുന്നു കൊല്ലത്ത്. ഭയങ്കര ബാങ്കും സ്വർണ്ണപ്പണയവും ചിട്ടിയും ഒക്കെ നടത്തി 10-15 സ്റ്റാഫുകളും ജോലിക്കാരും 2-3 ബ്രാഞ്ചും ഒക്കെ ആയിട്ട് സ്വർണ്ണപ്പണയവും ചിട്ടിയും പലിശയ്ക്ക് കൊടുക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പോലെ പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ പലിശയ്ക്ക് കൊടുക്കുവോ? കൊടുക്കത്തില്ലേ? കൊടുക്കോ? ക്രിസ്ത്യാനികള് പലിശയ്ക്ക്? ക്രിസ്ത്യാനികള് ഞാൻ കളിക്കുന്നില്ല. നമ്മൾ പലിശയ്ക്ക് കൊടുക്കുവോ? നമ്മൾ പലിശയ്ക്ക് കൊടുക്കരുതെന്ന് ബൈബിളിൽ പറയുന്നല്ല. അപ്പൊ ഇന്നാളൊരു അപ്പച്ചൻ പറയാ, ഇല്ല താലന്ത് തന്നവൻ ഇരട്ടിച്ചവനാന്ന് കൊടുത്തതെന്ന്. ദൈവം കുഴിച്ചിട്ടവനൊന്നും കൊടുത്തില്ലെന്ന്. ഇരട്ടിച്ചു വന്നവനെ സന്തോഷത്തോട് തോളെ തട്ടിന്ന് കൊള്ളാൻ മിടുക്കനാന്ന്. അപ്പൊ പലിശയ്ക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന്. ക്രിസ്ത്യാനികൾ പലിശയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ? മിണ്ടത്തില്ല. അവിടെ കിടക്ക 70, 80, 90, 100 മാതാവ് 7000 രൂപ ഈ മാസം വരെ നല്ല മറ്റേ ചിട്ടിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കണക്കൂട്ടൽ മൊത്തം തെറ്റുക. അതിനെക്കാട്ടല്ല പള്ളി വരാതിരിക്കുന്നത് അല്ലേ? ആ കണക്ക് തെറ്റിക്കുന്നതിനെക്കാട്ടും എളുപ്പം പള്ളി വരാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പലിശയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ആളാ ഞാൻ. ഡിഗ്രി എത്തിയപ്പോഴത്തേക്ക് 3 ബാങ്കായി എനിക്ക്. അപ്പൊ എന്തോരം കാശ് ഒപ്പിച്ചെന്ന് ഓർക്കണം. ഇഷ്ടം പോലെ ഒപ്പിച്ച്. ഈ പലിശ പണത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ 0-യിൽ എത്തിയിരിക്കും. താനിടാത്ത മുട്ടയ്ക്കടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണെന്നാണ് ബൈബിൾ പറയുന്നത്. നീ കഷ്ടപ്പെടാത്ത എടുത്ത പണം കൊണ്ട് നടക്കുന്ന സ്വഭാവം എന്നാണ് പറയുന്നത്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. വേറെ ആരും ഇട്ടിരുന്ന മുട്ടയാ, അതിനെ മെളിക്കരുന്ന് അട ഇരുന്നിട്ട് പറയുന്നത് എൻ്റെ ആന്ന്. പലിശയ്ക്ക് വാങ്ങിക്കുന്നവർ ഓർത്തോണം പ്രിയമുള്ളവരെ. ഇത് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ലോക പലിശക്കാരനായതുകൊണ്ടാണ്. പണി കിട്ടിയത് എന്തുമായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞെന്തായിരുന്നു? വായിൽ സൈനൈഡ് എടുത്ത് വെക്കേണ്ട ഗതികേട് വന്നു. ആരുടെയോ നേര് ഇന്ന് ഈ കർത്താവിന് മുമ്പ് ഇവിടെ വന്നിരിക്കുന്നത്. പലിശ പണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ദൈവത്തിന് മറ്റു മനുഷ്യർ സമർപ്പിക്കാൻ വെച്ചിരിക്കുന്ന പണമാണ്. അവൻ കൊടുക്കേണ്ട ദശാംശമാണ് നമ്മൾ പിടിച്ചു വാങ്ങിക്കുന്നത്. ദൈവത്തിന്റെ അടുത്തേക്ക് പോകേണ്ട പണമാണ് നമ്മൾ ഈ വാങ്ങിക്കുന്നത്. 1000-1, 100-1 എന്നൊക്കെ പറയുമ്പം നിങ്ങൾ നോക്കിക്കോ. നീ പലിശയ്ക്ക് പൈസ എടുത്ത് നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങി നോക്കിയോ, നിന്ന് കറങ്ങത്തേ ഉള്ള സാധനം. 5 വർഷം 10 വർഷം കൊണ്ടു കിടക്കുമായിരിക്കും. 10ാമത്തെ വർഷം ഒറ്റ പോക്കങ്ങ് പോകും. പ്ലീസ്, നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക മേഖല തകർന്നു കിടക്കുന്നതിന്റെ ഒരു കാര്യം ഇത് നമുക്ക് 3-4ാമത്തെ ദിവസമൊക്കെ പറയാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട്. ഇതിങ്ങനെ വാങ്ങിക്കുന്നതിന്റെ ദോഷങ്ങൾ. ഇപ്പം നമ്മുടെ വിഷയം വേറെ ആയതുകൊണ്ട് അത് മാറിപ്പോവും. നമുക്കിത് അവസാനം പറയാം അതിന്റെ ദോഷം എന്താണെന്ന്. നമുക്കല്ലാതെ ദൈവം കൈ നിറച്ച് വെച്ചിട്ടുണ്ടേ വേറെ, നമ്മളത് കാണാത്തോണ്ടാ. ഞാനൊക്കെ ഇന്ന് അനുഭവിക്കും. ഞാനിന്ന് അവിടുന്ന് എടുക്കുന്നത് ആ കൈ നിറച്ച് വെച്ചേക്കുന്നതിന്. നമ്മൾക്ക് പലിശ പണം കിട്ടുമ്പോൾ നമ്മുടെ കണ്ണം കടഞ്ഞു പോകും. പിന്നെ നമുക്ക് ദൈവം തരുന്നതൊന്നും കാണത്തില്ല. ഇപ്പം നമുക്കിപ്പം ചേച്ചിക്ക് ഒരു 10,000 രൂപ വേണം. അപ്പൊ ഇവിടുത്തെ ലോറൻസ് എന്ന് പറയുന്നൊരു പലിശക്കാരുണ്ടെന്ന് വെച്ചോ. ഇല്ലാതിരിക്കട്ടെ ദൈവമേ കേട്ടോ. അപ്പം അല്ലെങ്കിൽ വണ്ടി വലിച്ചു വന്ന് അടിക്കും എന്നെ കേട്ടോ. അപ്പം ഈ മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ പൈസ ചോദിക്കാൻ പോവാ. നമ്മൾ എന്തോ ചെയ്യും? ഈ പള്ളിയുടെ മുറ്റത്തൂടാ പോകുന്നത്. ഈ ലോറൻസ് അച്ചാടെ വീട്ടിൽ പോയി 10,000 രൂപ പലിശയ്ക്ക് വാങ്ങിക്കണം. നമ്മൾ ആദ്യം എവിടെ വരും? ഈ പള്ളിയുടെ മുറ്റത്തൂടെ പോകുമ്പോൾ പള്ളി കയറി അന്തോണീസ് പുണ്യാളനൊരു തിരി കത്തിക്കും. തിരി കത്തിച്ചിട്ട് എന്തോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പുണ്യാള ലോറൻസ് അച്ചായക്ക് എന്നോട് കരുണ തോന്നണേ, അല്ലേ? ഇതാണോ പ്രാർത്ഥിക്കുന്നത്? സത്യത്തിൽ ആർക്കാ കരുണ തോന്നേണ്ടത്? ദൈവത്തിന്. ഈ ലോറൻസ് അച്ചായക്കാണോ? അല്ല. നമ്മൾ പ്രാർത്ഥിച്ചെന്തുവാ? ലോറൻസിന് കരുണ ഉണ്ടാവണേന്ന്. ലോറൻസ് ആരാ?
ഈ നാട്ടിലെ പലിശക്കാരൻ. നമ്മുടെ പ്രാർത്ഥനകൾ പോലും തെറ്റുക. എന്നിട്ട് നമ്മൾ അങ്ങ് കെട്ടിയൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ 3 ദിവസം കൊണ്ട് അയാളെ കാണാൻ അവിടെ പോകുന്ന അയാളെ അവിടെ, കർത്താവേ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാളെ കാലുകളെ കെട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അയാൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ പോകാവുള്ളെന്നൊക്കെ. ഈ ആളെ കാണാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് നിർത്താം. ഞാൻ അതിൻ്റെ വിശദമായിട്ട് നമുക്ക് 4-ാമത്തെ ദിവസം കേൾക്കാം. സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ ദിവസമുണ്ട്, അന്ന് കേൾക്കാം. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. 2-ാമത്തെ ദിവസം ഇന്നലെ കുറച്ച് പേരെ ഉള്ളായിരുന്നു ധ്യാനത്തിൽ. ഇന്നെന്തായാലും കുറേ നല്ല ജനമുണ്ട്. മതി, ഇത്രയൊക്കെ മതി. ഇത്രയെങ്കിലുമൊക്കെ ആഗ്രഹം ഉള്ളവരുണ്ടല്ലോ ഈ കോയിവിളയിൽ. സ്നേഹമുള്ളവരെ കേട്ടോ, കൊല്ലി ഞാൻ മിണ്ടരുത് കേട്ടോ. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് സ്നേഹമുള്ളവരെ, അപ്പം നമുക്ക് ഈ കർത്താവിനെ നേടിയെടുക്കണം. കർത്താവിനെ നമുക്ക് നേടിയെടുത്തേ പറ്റൂ. ഈ കർത്താവിനെ നമുക്ക് പിടിച്ചെടുത്തേ പറ്റൂ. നമ്മൾ അനുഗ്രഹിച്ചല്ലാതെ ഈ 5-ാമത്തെ ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല. അനുഗ്രഹം കൊണ്ടേ പോത്തുള്ളൂ. കാരണം ഞാൻ ഇത്രയും കാലം അനുഭവിച്ചൊരു ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ അനുഗ്രഹിച്ചെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അതായത് ഒരു ക്രിസ്ത്യാനി അല്ലാതെയൊക്കെ ജനിച്ച എന്നെ ഇത്രത്തോളം അനുഗ്രഹിക്കാമെങ്കിൽ ജനിച്ചപ്പം മുതൽ ക്രൈസ്തവരായ നിങ്ങളെ ദൈവം എത്രത്തോളം ഉയർത്താൻ ആഗ്രഹിക്കുന്നത്. എടാ, 24 വർഷത്തെ ബന്ധമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് ജനിച്ചപ്പം മുതൽ ഇയാളോട്ട് ബന്ധമാണ്. എന്നെ എന്നിട്ട് നിലനിർത്തിയിട്ടില്ലേ പുള്ളി? എനിക്ക് എന്തെല്ലാം 24 വർഷത്തിനും എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തന്നു. ഇരട്ടിയായിട്ട്, ഇരട്ടിയായിട്ട്. 2024 ഞാൻ 1999 ഞാൻ പറഞ്ഞേ, കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മുഴുവൻ വന്ന വാർത്ത ഈ സ്വകാര്യ പണമിടപാട് പൊളിഞ്ഞുപോയി. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ഫാറ്റിമ കോളേജിലാണ്. ഞാൻ ഇരിക്കുന്ന മുറിയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഫിനാൻസ് ഓഫീസർ. എന്തിന്റെ പേരിലാണോ തകർന്നത്, എന്തിന്റെ പേരിലാണോ നഷ്ടപ്പെട്ടത്, എന്തിന്റെ പേരിലാണോ തലകുനിച്ചത്, അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്ന ദൈവം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീ എവിടെ ഉപേക്ഷിക്കപ്പെട്ടോ, എവിടെ നീ മാറ്റി നിർത്തപ്പെട്ടോ, എവിടെ നീ സങ്കടപ്പെട്ടോ, ഓർത്തോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൂടെ സങ്കടപ്പെടുന്ന ഒരാളുണ്ട്. അവന്റെ പേരാ ക്രിസ്തുവെന്ന്, അവന്റെ പേരാ ക്രിസ്തുവെന്ന്. ഞാൻ ഇന്നലെ ചോദിച്ചു, നിങ്ങളുടെ മക്കൾക്ക് ദൈവം ആരാണെന്നൊരു ചോദ്യം ഉണ്ടായി. ഇന്ന് എന്ന് ചോദിക്കണം, മക്കളെ നിങ്ങൾക്ക് യേശു ആരാടാ? ചുമ്മാ ഷോ കാണിക്കാതെ പോവാമി എന്ന് പറയും മക്കള്. ചുമ്മാ ഷോ കാണിക്കാതെ നിങ്ങള് എന്നേ പറയൂ അവര്. കാരണം നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇത് യേശുവാണെന്ന്, ഇത് ദൈവമാണെന്ന്. കാരണം എന്താ? ഞാൻ എന്നെ തന്നെ എന്റെ കുടുംബത്തിൽ സമർപ്പിച്ച് കാണിച്ചില്ല. എന്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ഈ സിസ്റ്റേഴ്സിനെയൊക്കെ സമർപ്പിതർ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിന്റെ അതോറിറ്റി, ഈ ഇരിക്കുന്ന അച്ഛന്മാരുടെ അധികാരി ആരാ? പറ. ഈശോ, ദൈവം. എടാ, നമുക്കിപ്പോ എന്റെ മക്കളുടെ അധികാരി ആരാ? എന്റെ അപ്പനും അമ്മയും, അല്ലെങ്കിൽ എന്റെ മക്കളുടെ അധികാരി ഞാനും എന്റെ ഭാര്യയും, അല്ലേ? എന്റെ മക്കളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാൻ അടങ്ങിയിരിക്കുക? ഈ ഇരിക്കുന്ന പൗരോഹിത്യ അഭിഷേകത്തെ ഈ സഹോദരിമാരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം അടക്കിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതം സമർപ്പിക്കുന്നതിന് മുമ്പേ ഈ സമർപ്പിച്ചവരെ പൊങ്കാല ഇട്ടോന്നൊന്നും കൂടെ ആദ്യം ആലോചിക്കണം കേട്ടോ. എന്നാൽ ഇതങ്ങോട്ട് കറക്റ്റ് ആവും, എന്നാൽ ഈ ആശയം കറക്റ്റ് ആവത്തുള്ളൂ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതിന് മുമ്പ് സമർപ്പിച്ച ഈ ലോകത്തിലെ കുറെ മനുഷ്യരുണ്ടേ, അവരെ പൊങ്കാലയിട്ടിട്ടുണ്ടോ? ഈ കോയിവിള ഇടവകയിൽ വന്ന ഒരു 3 വർഷത്തേക്കോ 4 വർഷത്തേക്കോ വന്ന അച്ഛന്മാരെ ആരെങ്കിലും തകർത്തിട്ടുണ്ടോ നമ്മള്? ഏതെങ്കിലും പുരോഹിതന്റെ കണ്ണുനീര് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഈ കോയിവിള ഇടവകയിൽ വീണിട്ടുണ്ടോ? കുടുംബം ചിന്ന ഭിന്നമായി പോകും കേട്ടോ. കാരണം ഇവരുടെ അധികാരി ആരാ? കർത്താവ്. വചനം പറയുന്നു, നിലവിലുള്ള നിയമം ദൈവത്താൽ സ്ഥാപിതമാണ്,
ഈ നിയമത്തെ അനുസരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ തന്നെ നിയമത്തെയാണ് അനുസരിക്കുന്നതെന്ന്. അതായത് നമ്മുടെ നാട്ടിലുള്ള നിയമം ആരുടെ നിയമമാണെന്നാ പറയുന്നത്? ദൈവത്തിന്റെ നിയമം. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിയമം ആരുടെ നിയമം എന്നാ പറയുന്നത്? ദൈവത്തിന്റെ നിയമം. പിണറായി വിജയൻ പറഞ്ഞ നിയമം നമ്മൾ അനുസരിക്കുമ്പം നമ്മൾ ആരുടെ നിയമത്തെ അനുസരിക്കുന്നേ? ദൈവത്തിന്റെ നിയമത്തെ. നരേന്ദ്രമോദി സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ, പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹം വെച്ചിരിക്കുന്ന നിയമം ആരുടെ നിയമമോ? ദൈവത്തിന്റെ നിയമം. ആ നിയമത്തെ അനുസരിക്കുമ്പോൾ നമ്മൾ ആരെ അനുസരിക്കുന്നേ? ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. ഹെൽമറ്റ് വെക്കരുതെന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി വെച്ചിരിക്കുന്ന നിയമമാകാം. പക്ഷെ ആ നിയമം ആരാ വെച്ചത്? നിന്റെ ജീവന് ഒന്നും സംഭവിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചീഫ് മിനിസ്റ്ററിലൂടെ ഒരു നിർദ്ദേശം കൊടുത്തു, എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണം, തലക്കടിയേക്കരുത്. ഇത് ദൈവത്തിന്റെ നിയമമാണ്. ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട ദൂരത്തിൽ 120 കിലോമീറ്റർ സ്പീഡിലേ പോകാവൂ. അത് ദൈവത്തിന്റെ നിയമമാണ്. അവിടെ 150 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കുമ്പസരിക്കണം. ഞാൻ എന്റെ ജീവനെ തകർക്കാനും വേറൊരാളുടെ ജീവൻ ഇല്ലാതാക്കാനും ഇത്രയും വേഗതയിൽ വണ്ടി ഓടിച്ചു. പ്രിയമുള്ളവരെ, ചിന്തിക്കാം. സമർപ്പിതരുടെ സങ്കടങ്ങള് നമുക്ക്, നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏതെങ്കിലും അച്ഛന്മാരെ കുറിച്ച് ഏതെങ്കിലും ഒരു മോശ വാർത്ത വന്നാൽ, നമ്മുടെ വാട്സപ്പിൽ വന്നാൽ, നമ്മൾ എന്തോ ചെയ്യും? അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ആണോ? അല്ല, ഷെയർ ചെയ്യും. അയ്യോ ഇല്ല, അച്ഛനെ കുറിച്ച് ആടെ, അയ്യോ ആ ഗ്രൂപ്പിലോട്ട് അങ്ങോട്ട്, ആ കുടുംബശ്രീയുടെ ഗ്രൂപ്പിലോട്ട് അങ്ങോട്ട് എല്ലാരും കേൾക്കട്ടെന്ന്. ഇന്ന് പ്രിയമുള്ളവർ, ഈ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്യുന്ന നമുക്ക് മരണം വരെ ഒരു പ്രശ്നവും വരത്തില്ല. ഇങ്ങനെയുള്ള പാപങ്ങളുടെ എല്ലാം ഫലം ആർക്കാ അനുഭവിക്കുന്നേ? നമ്മുടെ മക്കള്. നിങ്ങൾ അച്ഛന്മാരെ പൊങ്കാലയിട്ട് സന്തോഷിച്ച് അടിച്ച് എടുത്ത് അച്ഛന്മാരെ ചീത്തയും വിളിച്ച് ഒക്കെ അങ്ങ് സന്തോഷമായിട്ട് മരിക്കും. പക്ഷേ ഇല്ല, പാവപ്പെട്ട മക്കള് നിങ്ങൾ മരിച്ചിട്ട് ഇങ്ങൊരു നിപ്പ് വയ്ക്കും, പാണി അവിടെ കിട്ടും. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നീതിമാന്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന്. നീ നീതിമാനായാൽ, നീതിമതിയായാൽ നിന്റെ മക്കൾ അന്നത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ സ്നേഹമുള്ളവരെ, തിരിച്ചറിയണം, നമ്മുടെ മക്കള് ആരുടെ മുമ്പിൽ അന്നത്തിന് വേണ്ടി ആഹാരം കൈ നീട്ടാതിരിക്കാനായിട്ട് നമുക്ക് നീതിമാന്മാരാകാം, നമുക്ക് നീതിമതികളാകാം. അതായത് ഞാൻ ഇതെല്ലാം പറയുന്നതറിയോ? അങ്ങനാണെങ്കിലേ നമ്മുടെ മക്കൾക്ക് തോന്നും നമ്മൾ സമർപ്പിത ജീവിതം ജീവിക്കുന്നവരാണെന്ന്. എടാ മക്കളെ, പള്ളിയൊന്നും പറയലടാ, ബിഷപ്പിനെ ഒന്നും പറയലടാ, അച്ഛനെ ഒന്നും പറയലടാ. പ്രത്യേകിച്ച് ഈ നാടിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു വിശുദ്ധൻ ആയിക്കൊണ്ടേയിരിക്കുന്നു, ഇവിടെ ഒരു വിശുദ്ധൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പൂർവികരുമായിട്ടൊക്കെ സംസാരിച്ച ഒരു മനുഷ്യൻ വിശുദ്ധിയിലേക്ക് പോകാൻ പോകുന്നു. നിങ്ങളുടെ അപ്പനോടും അപ്പൂപ്പനോടും ഒക്കെ സംസാരിച്ചൊരു മനുഷ്യൻ വിശുദ്ധനാകാൻ പോകുന്നു. അപ്പൊ ഈ ദേശത്തുള്ള നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണോ? കൂടുതൽ നൽകാനിരിക്കുന്നവരിൽ നിന്ന് വചനം എന്താ പറയുന്നത്? ദൈവം കൂടുതൽ ആവശ്യപ്പെടുമെന്ന്. ദൈവം ഇവിടെ കൂടുതൽ ഗ്രേസ് തരാനിരിക്കുമ്പോ, ഈ കോയവിള നാട്ടിൽ ദൈവം കൂടുതൽ അനുഗ്രഹം തരാനിരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ദൈവം കൂടുതൽ വിശ്വസ്തതയും കൂടെ ആവശ്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവര് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇത് മനസ്സിലായവര്, നിങ്ങൾക്ക് ദൈവം കൂടുതൽ തരാനിരിക്കുന്നതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കേരള സഭയിൽ അല്ലെങ്കിൽ ലത്തീൻ സഭയിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ വിശുദ്ധനാകാൻ പോവുക. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ നമ്മുടെ നാട്ടില് അതിന്റെ പ്രോസസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. വത്തിക്കാനില് വളരെ ഫാസ്റ്റ് ആയിട്ട് അൽഫോൻസാമയെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചപ്പോ അൽഫോൻസാമയുടെ നാട് മുഴുവൻ മാറി. ആ സമയത്ത് നിങ്ങൾ ആ കോട്ടയം ആ ഭാഗത്തേക്ക്, ഭരണങ്ങാനം ഭാഗത്തേക്ക് ചെന്ന് നോക്കണം. ആ ദേശത്തിലെ റോഡുകൾ വരെ സൈഡിൽ മൊത്തം പൂക്കൾ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചു. അത് ഇന്നും ആ ചെടികളൊക്കെ അതേ കണക്ക് നിൽക്കുക. ആ ഭരണങ്ങാനം എന്ന് പറയുന്ന അൽഫോൻസാമയുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ സ്വർഗം കിട്ടിയ കണക്കാ. അതെ, ഈ കോയിവിള നാട്ടിലെ കൊച്ചു വഴികള് അങ്ങനെ ആകാൻ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇത് പ്രാർത്ഥിക്കുന്നവരൊക്കെ, സ്നേഹമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം കൂടുതൽ സമർപ്പണം ആവശ്യപ്പെടുന്നു. നമ്മളിൽ നിന്ന് ദൈവം കൂടുതൽ ആവശ്യപ്പെടുന്നു, കൂടുതൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു.
ഇത് സമർപ്പിച്ചവരുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഈ പ്രാർത്ഥനകൾ ഉയരൂ. പണ്ടൊക്കെ ഒന്ന് ഓർത്തു നോക്കി, ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർ കേട്ട് കാണും, ചേച്ചിമാർ കേട്ട് കാണും, സഹോദരന്മാരും കേട്ട് കാണും. നിങ്ങൾ ഈ വഴിയിലൂടെയൊക്കെ വൈകുന്നേരം 6:30 മണിയാകുമ്പോഴത്തേക്ക് ഓരോ വീട്ടിൽ നിന്ന് കേൾക്കാൻ പറ്റൂലേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഇന്ന് എവിടെയെങ്കിലും കേൾക്കാനുണ്ടോ? ഇത് ഉള്ള വീടുകളുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റേത് ഒരു വീട്ടിന്റെ അടുത്ത് നിന്ന് നടന്ന അടുത്ത വീടെത്തുമ്പോൾ അവിടെയും കേൾക്കാം, അടുത്തെടുത്തുമ്പോൾ അവിടെയും കേൾക്കാം. ഇന്ന് വളരെ പിന്നെ ഒരു കാര്യം കൂടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങളുടെ വീട്ടിലെ കൊന്ത ജപിക്കുമ്പോ, ജപമാല ചൊല്ലുമ്പോ മക്കളുണ്ടോ അവിടെ? മക്കളുണ്ടോ? മക്കൾ അതിനു വേണ്ടി വാശി പിടിച്ച ആ സമയത്ത് വീട്ടിൽ വരുവോ? ഇത്ര മണിക്ക് ജപമാലയാന്ന് നമ്മളെ അങ്ങനെയാണോ വളർത്തിയേ? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങൾ അങ്ങനെയാണോ വളർത്തിയേ? ഇവിടെ കൊന്തയ്ക്ക് മുമ്പ് വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ അപ്പച്ചെടുത്തിട്ട് അടിക്കും അല്ലേ? ദൈവത്തിന്റെ പേരിലൊന്നും നമ്മുടെ മക്കൾ അടി കിട്ടുന്നില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ, അതുകൊണ്ട് തന്നെ അവർ നാട്ടുകാരെ അടി കിട്ടുക, ദൈവത്തിന്റെ പേരിലൊക്കെ അടി കിട്ടണം. കാരണം ഏറ്റവും കൂടുതൽ അടി കിട്ടിയ ഒരു ദൈവമാണ് നമുക്കുള്ളത്. കൈരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കിന്ന് രാത്രി തീരുമാനമെടുക്കണം. എൻ്റെ സമർപ്പണം എങ്ങനെയാ? ഞാൻ ആളുകളെ കാണിക്കാനാണോ സമർപ്പിച്ചിട്ടുള്ളത്? രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് രഹസ്യമായി പ്രതിഫലം തരുമെന്ന, രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് രഹസ്യമായി പ്രതിഫലം തരുമെന്ന്. പ്രിയമുള്ളവരെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നൊരു വാശി, അത് നമുക്ക് ഈ പറയുന്ന യേശുവിന് പോലും അറിയാം. ഇതൊരിക്കലും സാധ്യമുള്ള കാര്യമല്ല. ഈ വലത് കൈ കൊടുക്കുമ്പോൾ നിന്റെ തലച്ചോറ് അറിയുന്നുണ്ട്, ഈ തലച്ചോറ് ഈ കൈക്ക് മെസ്സേജ് കൊടുക്കും. പക്ഷെ ഈശോ പറഞ്ഞെന്താണെന്നറിയോ? ഇത് നിന്റെ ശിരസ് പോലും അറിയാതെ വേണം കൊടുക്കാൻ. നീ ഒരാളെ സഹായിക്കുന്നത് ശിരസ് പോലും അറിയരുതെന്നാണ് എൻ്റെ അർത്ഥം. ശിരസ് പോലും അറിയരുത്. അങ്ങനെ നിങ്ങൾ കൊടുത്തു നോക്കേ. ജീവിതം എങ്ങനെ അനുഗ്രഹത്തിന്റെ ചുവട്ടിലേക്ക്. പ്രിയമുള്ളവരെ, 1 പത്രോസ് 5:6 പറയുന്നൊരു വചനഭാഗമുണ്ടേ. അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിന്നുകൊള്ളുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും. അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിന്നുകൊള്ളുക, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളും. പ്രിയമുള്ളവരെ, എങ്ങനെ നിൽക്കണമെന്നാ പറഞ്ഞത്? താഴ്മയോടെ. സമർപ്പിച്ചിട്ട് നിൽക്കുന്നവന്റെ ലക്ഷണമാണ് ഇങ്ങനെ താഴ്മയോടെ. സമർപ്പിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞേ, അങ്ങനെ താഴ്മയോട് നിൽക്കുമ്പം ദൈവം നിന്നെ തക്ക സമയത്ത് അവിടുന്ന് എടുത്ത് ഉയർത്തിക്കൊള്ളും. ദൈവത്തിന് നിന്നെ താക്കാൻ ആഗ്രഹമില്ലെന്ന് ഉറപ്പിച്ചോ. ദൈവത്തിന് ഉയർത്താൻ മാത്രമേ ആഗ്രഹമുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2026 വിഷം കഴിക്കാൻ പോയപ്പം അങ്ങ് താന്നു പോട്ടെ എന്ന് ദൈവം അങ്ങ് തീരുമാനിക്കണമായിരുന്നു. പക്ഷെ ദൈവം ചിന്തിച്ചെന്താണ്? ഇവനെ എനിക്ക് ഉയർത്തിക്കൊണ്ടു വന്നിട്ട് ഇവനെ ഈ ദേശത്തിലെ പള്ളികൾ മുഴുവൻ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വേണം. ഇന്ന് കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വിളിക്കുക. ഞാൻ അത്ഭുതപ്പെടും. ദൈവം ഇതെങ്ങനെ സംഭവിക്കുന്നു? കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കുന്നു? ആരുടെയൊക്കെ, അതായത് വചനം പറഞ്ഞിങ്ങനെയാണ്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ നന്മയ്ക്കായിട്ട് മാറിയെന്ന്. നമ്മൾ അനുഭവിച്ച പട്ടിണിയും ദാരിദ്ര്യവും ആത്മഹത്യയുടെ അവസ്ഥയൊക്കെ എന്തിന് കാരണമായി? സുവിശേഷത്തിന്റെ നന്മയ്ക്ക് കാരണമായി. എന്റെ ജീവിതത്തിൽ സംഭവിച്ച അന്നത്തെ ദുരന്ത കഥ ഇന്ന് ഈ അൾത്താരയിൽ നിന്ന് പറയുന്ന സുവിശേഷമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് നിങ്ങൾ സങ്കടപ്പെടുന്ന, നീറുന്ന ദുഃഖിക്കുന്ന ഈ അവസ്ഥകൾ നാളത്തെ എന്താണ്? സുവിശേഷമാണ്, സന്തോഷകരമായ സുവിശേഷമാണ്, ആളുകൾക്ക് ആനന്ദമുണ്ടാക്കുന്ന സുവിശേഷമാണ്. പക്ഷേ ഞാനിത് ഇപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പറയുന്നു, അന്നോ ഞാൻ കരയ. കളക്ടർക്കും എസ് പിക്കും തഹസീൽദാർക്കും എഴുതി വെച്ചിട്ട് വീട്ടിലെ പട്ടി ഉൾപ്പെടെ കൊല്ലാന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തേ. അമ്മയും അപ്പനും ഞാനും എൻ്റെ ചേട്ടനും അനിയത്തിയും അറിയാതെ വിഷം കൊടുക്കാന്ന് പ്ലാൻ ചെയ്തേ. ഞങ്ങൾ 5 പേരും ആത്മഹത്യ ചെയ്യാൻ പോവാ. എഴുതി വെച്ച് വായിലേക്ക് സൈനൈഡ് എടുത്ത് വെക്കാൻ പോയപ്പം കയ്യിൽ വന്ന് പിടിച്ച കർത്താവ്. കഥ നമുക്ക് ഈ ദിവസങ്ങളിൽ സൗകര്യം ഉണ്ടെങ്കിൽ പറയാം, സമയം കിട്ടുന്നെങ്കിൽ പറയാം. അന്ന് തുടങ്ങിയതാ പ്രിയമുള്ളവർ ഈ സമർപ്പണം. അന്ന് തുടങ്ങിയതാ. ലോകത്തൊരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ പോയി പിന്നെ തലകുനിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടില്ല. ഈ ലോകത്ത് നിങ്ങൾ ഇവന്റെ മുമ്പിൽ തലകുനിച്ചാൽ, ഇവന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, ലോകത്താരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുകുത്തേണ്ടിയും വരത്തില്ല, തലകുനിക്കേണ്ടിയും വരത്തില്ല.
നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ സുവിശേഷത, മക്കളെ നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, യേശുവിൻ്റെ മുമ്പിൽ തലകുനിച്ചാൽ, ലോകത്ത് ഒരു സ്കൂളിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരില്ല, ഒരു പഠനത്തിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരില്ല, ഒരു ജോലിക്ക് നിങ്ങൾ ആരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. കാരണം എന്താ? തലകുനിക്കേണ്ടവൻ്റെയും മുട്ടുകുത്തേണ്ടവൻ്റെയും മുമ്പിൽ അത് കുനിച്ചിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമുക്ക് കൊടുക്കാൻ പറ്റണം നമ്മുടെ മക്കളെടുത്ത് ഈ പാഠം കൊടുക്കാൻ പറ്റണം. അനുഗ്രഹമാകാൻ പോവാ. ഇന്ന് രാത്രി അനുഗ്രഹമാകണം. നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് തിരികെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ തുടക്കത്തിൽ 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, 1000 കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടും ദൈവത്തോട്. നല്ല വണ്ടി വേണം, നല്ല വീട് വേണം, നല്ല ജോലി വേണം, പെണ്ണിന് നല്ല ചെറുക്കനെ വേണം, എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് ഇരുന്നേ, ദൈവം ഇങ്ങനെ പറയാൻ തുടങ്ങും. നമ്മൾ എപ്പോഴും ഇങ്ങനെയാ, നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടങ്ങ് എഴുന്നേറ്റ് പോയി. ഇന്നലെ തന്നെ ആരാധന കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് എല്ലാവരും അങ്ങ് പോയി. ഞങ്ങളൊരു പാട്ട് പാടാന്ന് വെച്ചപ്പോൾ ഇവിടെ ആരും ഇല്ല. ദൂരം ഉള്ളതുകൊണ്ടായിരിക്കും, സോറി കേട്ടോ. ഒത്തിരി ദൂരം അല്ലേ, ദൂരമൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം, സോറി. ഞാൻ അത് പറഞ്ഞിട്ട് പറയല്ലോ. പക്ഷേ നമ്മൾ വെയിറ്റും കൂടെ ചെയ്യണം പ്രിയമുള്ളവരെ. ഇനി ആരാധനയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്, പറഞ്ഞതിന് ശേഷം ഇങ്ങനെ കാത്തിരിക്കണം. അങ്ങനെ നിരന്തരം അങ്ങോട്ട് മാത്രം പറയാതെ, സമർപ്പണത്തിന്റെ ഒരു 2-ാമത്തെ ലക്ഷണമാണ് ഈ കാത്തിരിക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈശോ ഇങ്ങനെ പറയും, ഡാ നീ അങ്ങനെ ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, നേരെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് പോകും. അമ്മയുടെ കയ്യിൽ നിനക്കൊരു ഉത്തരം കിട്ടാനുണ്ട്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു തരുവന്നേ. നമ്മൾ നായ്ക്കമ്പറമ്പിലച്ഛനെയും മട്ടായിലച്ഛനെയും കണ്ട ബ്രദർമാരുടെയൊക്കെ പുറകെടക്കുക. പ്രിയമുള്ളവർ, അവരുടെ തലയിൽ വീണ ജ്ഞാനസ്ഥാനം വെള്ളം തന്നെ നമ്മുടെ തലയിലും വീണത്. നമുക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഇരുന്ന് കൊടുക്കാറില്ല. അവരിരുന്ന് കൊടുക്കുന്ന മനുഷ്യരെ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും, പറ കർത്താവേ, പറ കർത്താവേ, പറ കർത്താവേ, അങ്ങനെ ഇരിക്കും. അപ്പൊ ഈശോ ഇങ്ങനെ പറയും. പക്ഷെ നമ്മൾ കർത്താവ് പറയാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റങ്ങ് പോകും. ഇവിടെ പ്രശ്നം. ജ്ഞാനസ്നാന വെള്ളം തലേ വീണ ഓരോ ക്രൈസ്തവനും ദൈവത്തിന്റെ സംസാരം പരിശുദ്ധാത്മാവിനാൽ കേൾക്കാൻ പറ്റും. നമ്മുടെ മക്കളിലൂടെ പറയും. മക്കളിലൂടെ ഞാൻ ഓർക്കണം, ഒരു ദിവസം ഞായറാഴ്ച എനിക്ക് രാവിലെ എവിടെയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം പരമാവധി ഞാനും എൻ്റെ മക്കളും ഭാര്യയും കൂടെ ഒക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന പള്ളിയിലാണ് കൂടുതലും പോകുന്നത്. ഭാര്യയും ഭർത്താവും മക്കൾക്ക് ഒരുമിച്ചിരിക്കാം. നമുക്ക് ഇവിടെ അങ്ങനെയൊക്കെ ആവണം കേട്ടോ. ഈ പള്ളിയിൽ ഇവിടെ സ്ത്രീകൾ, അവിടെ പുരുഷന്മാർ, അങ്ങനൊന്നും ഇരിക്കരുതേ. ഭാര്യയും ഭർത്താവും അപ്പച്ചനും അമ്മച്ചിയും കൊച്ചും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചൊരൊറ്റ ബെഞ്ചില്ലെങ്കിൽ വീട്ടിൽ നിന്നും പണിയിപ്പിച്ചുകൊണ്ട് പള്ളിയിടും. എൻ്റെ കുടുംബത്തിനാണ് അങ്ങനെ. എല്ലാവരും വിചാരിച്ച പള്ളി നിറച്ച് ബെഞ്ചാവും അല്ലേ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കൊല്ലത്ത് കൈകെട്ടീശോടെ അവിടെ കുർബാനയും കഴിഞ്ഞിട്ട് വൈകിട്ട് 5 മണിക്കത്തെ കുർബാനയ്ക്ക് പോയി. 6 മണിക്ക് കുർബാന തീർന്നേ. കുർബാന തീർന്നിട്ട് വണ്ടിയിലോട്ട് കയറിയപ്പോൾ, കാറിലോട്ട് കയറിയപ്പം മോള് വണ്ടി ഇരുന്ന് ചുമ്മാ പറയാ, പപ്പ നമുക്ക് തമിഴ്നാട്ടിൽ പോവാം പപ്പ. അപ്പോഴത്തേക്ക് ഞാൻ പറയാം, മോളെ ഇപ്പോഴും 6 മണിയായി, നാളെ ഇനി സ്കൂളിലേക്ക് പോകണ്ടേ? ഇല്ല അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ പോകണോ എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വണ്ടിക്കകത്ത് പെട്രോളൊക്കെ ഉണ്ട്, ശരി എന്നാ പോവാന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തപ്പോൾ എന്റെ ഭാര്യ എന്നെ തോളിലൊരു ഇടി ഇടിച്ചു. എന്തു ഇത് കൊച്ചെന്തെങ്കിലും പറയുമ്പോൾ ഉടനെ ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോകണം. പ്രിയമുള്ളവർ, അങ്ങനെ വണ്ടി ഓടി പുനലൂരും കഴിഞ്ഞ് കൊട്ടാരക്ക കഴിഞ്ഞ് പുനലൂർ കഴിഞ്ഞ് ഉറുകുന്നെന്ന് പറയുന്നൊരു സ്ഥലമെത്തിയേ. ഉറുകുന്നെത്തിയപ്പോൾ രാത്രി 8 മണിയായി. 8 മണിയായപ്പോഴത്തേക്ക് മോളെന്നെ പറഞ്ഞ്, പപ്പ നമുക്ക് എന്നാ ഇനി തിരിച്ചു പോവാം പപ്പ. പെണ്ണിനെ അടിക്കണ്ടേ? ഇവിടെ പറഞ്ഞെന്താണ്, നമുക്കിനി തിരിച്ചു പോവാന്ന്. ഉടനെ വൈഫ് ഉടനെ മോളെ, എന്തോ മോളെ നീ കാണിച്ചു, നീ പപ്പ നീ മെനക്കെടുത്താൽ നിനക്കറിയത്തില്ല ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ ഓടിച്ചെല്ലാൻ പറ്റത്തില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പപ്പ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ബഹളം വെക്കാതെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോളെ പോകണ്ടേ? ഇല്ലോ അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വണ്ടി വളച്ചു. വണ്ടി ഉറുകുന്നു വളച്ചു. വണ്ടി നേരെ ഓടി വരുമ്പം ഒരു 5-6 കിലോമീറ്റർ ഓടി. രാത്രിയാണേ, അവിടെ മൊത്തം റബ്ബർ എസ്റ്റേറ്റാണ്. 5-6 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഞങ്ങളുടെ കാറിന് മുമ്പിലേക്ക് ഒരു നൈറ്റിയൊക്കെ ഇട്ടൊരു സ്ത്രീ ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ ബോധം കെട്ട് വന്നങ്ങ് വീണു. വീണിട്ട് ഉടനെ ഭയങ്കര സൗണ്ടും കേൾക്കുന്നേ, ഭയങ്കര സൗണ്ടും അലറി കരച്ചിലുകളും കേൾക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വൈഫിൻ്റെ ഒക്കെ പെട്ടെന്ന് അവരെ എടുക്കെന്ന് പറഞ്ഞു. അപ്പൊ കാറ് നിർത്തി. ഈ വൈഫ് ഇറങ്ങി ഓടിച്ച് ഈ സ്ത്രീയെ താഴെ നിന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ. അവരുടെ ദേഹത്ത് ഇവിടെ ഒക്കെ ചോര. അപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് വണ്ടി നിർത്തി ഈ സൗണ്ട് കേട്ടിടത്തോട് ചെന്ന് നോക്കുമ്പോണ്ടല്ലോ, ഒരു ചെളി വെച്ച് കെട്ടിയൊരു വീട് ആ വളവിന്റെ താഴെ ഉണ്ടേ. ആ
ആ വീടിന്റെ മേളിലേക്ക് ഒരു വലിയ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചിറങ്ങി വന്നങ്ങ് നിൽക്കുക. ആ വീട്ടിന്റെ തൊട്ടപ്പുറത്തുനിന്ന് സ്ത്രീയെ ഈ ഓടിപ്പെട്ടി വന്നത്. അപ്പൊ ഞാൻ ഓടി അങ്ങ് ചെന്നു. ഓടി ചെന്നപ്പോഴത്തേക്ക് ഈ വണ്ടിക്കടിയിൽ 5-6 കാലുകളൊക്കെ കിടക്കുക കാറിന്റെ ഈ ലോറിയുടെ. അപ്പൊ അത് ഞാൻ മക്കളെ പ്രാർത്ഥിച്ചോടാന്ന് പറഞ്ഞിട്ട് ഞാൻ റോഡിന്റെ നടുക്കനെ ഞാൻ കാറിട്ടേക്കുന്നത്. ഞാൻ നേരെ ഈ ഇറങ്ങി ഈ വണ്ടിയുടെ അടിയിൽ ഓരോരുത്തരും ഇങ്ങനെ പിടിച്ച് വണ്ടി അകത്തുനിന്ന് എടുക്കുക. ഈ ചെമ്മണ്ണും ഭയങ്കര പൊടിയും. വണ്ടി സ്റ്റാർട്ടായിട്ട് തന്നെ നിൽക്കുക. എൻ്റെ ഡ്രൈവർ റബ്ബർ അതുവഴി കയറി ഓടി. വണ്ടി ഓഫ് ചെയ്യാൻ പറ്റില്ല. വണ്ടി ആദ്യം കയറി ഓഫ് ചെയ്യാൻ ശ്രമിച്ചിട്ട് വണ്ടി ഓഫ് ആവുന്നില്ല. ഹെഡ്ലൈറ്റും ഇങ്ങനെ കത്തി ഇങ്ങനെ ഇരച്ച് നിൽക്കുക. എക്സോസ്റ്റൊക്കെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ വണ്ടിക്കകത്ത് അടിയിൽ കയറിയിട്ട് ഞാൻ ഒറ്റ കാര്യം എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഒരാളും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാണിക്കല്ലേ എന്നെ. ചിലപ്പോൾ എനിക്ക് വിഷമമായിരിക്കും ചിലപ്പം. പ്രിയമുള്ളവർ, അങ്ങനെ ഓരോരുത്തരും ആദ്യം ഒരു അപ്പാപ്പനും ഒരു അമ്മാമ്മ അപ്പത്തേക്ക് പുറത്തുനിന്ന് പറഞ്ഞ 6-7 പേരുണ്ട് അതിൻ്റെ അടിയിലൊന്ന്, ആ ലോറിയുടെ അടിയിൽ. പ്രിയമുള്ളവർ, ഓരോരുത്തരെയും അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആളങ്ങ് കൂടി. പക്ഷെ ഞാൻ മാത്രം ലോറിക്കടിയിൽ ആളുകളങ്ങ് കൂടി. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരും ഒരു കൊച്ച്, ഒരു പെങ്കൊച്ച് ഇങ്ങനെ, ആ പെങ്കൊച്ചിൻ്റെ തല കാണാൻ വയ്യ, ഈ നെഞ്ച് മാത്രം ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നേ. അപ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കല്ല് പിടിച്ചു. ആ കല്ലെടുത്തപ്പോൾ വെച്ച് ഇങ്ങനെ വന്നേ. അതിൽ ഈ പുറത്തോട്ട് പിടിച്ച് ഇടുന്നവരെല്ലാം ജീപ്പിനകത്ത് കയറ്റി പുനലൂരും കടക്കൽ ആശുപത്രിയിലോട്ടൊക്കെ കൊണ്ടുപോവാം. പ്രിയമുള്ള, ഇത് ഏകദേശം 10-15 മിനിറ്റിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഞാനങ്ങ് കുഴഞ്ഞേ, ഞാൻ വന്ന ടയറിനകത്ത് ഇങ്ങനെ ചാരിയിരിക്കുക. അപ്പോഴത്തേക്ക് നോക്കത്ത് പോലീസുകാർ ഭയങ്കര ബഹളം റോഡിൽ. നോക്കുമ്പോൾ എന്തുവാ, ഞാൻ ഈ വണ്ടി ഇത് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഈ തിരുമംഗലം റോഡ്, കൊല്ലം മധുര റോഡിൻ്റെ നടുക്ക എൻ്റെ കാറ് നിർത്തിയേക്കുന്നത്. വണ്ടി മൊത്തം ബ്ലോക്ക്. പോലീസുകാരൻ പുഴുത്ത ചീത്ത, ഇതാ ഏതവനായി കാർ കൂടെ കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ്. ഞാൻ തിരിച്ച് മേളിൽ കയറി ചെല്ലുമ്പം എന്നെ നിർത്തി അങ്ങ് പൊരിച്ചു അദ്ദേഹം, പുഴുത്ത തെറി വിളിച്ചിട്ട്. എപ്പോഴും ദൈവിക നന്മ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കണം പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ ചീത്ത കേൾക്കും കേട്ടാ, നല്ലതാത്. അപ്പോഴോർത്തണം ദൈവം അറിഞ്ഞ നന്മയാണ് ചെയ്തതെന്ന്. കാരണം ഏറ്റവും കൂടുതൽ പുള്ളിക്കും കിട്ടിയതൊക്കെ അതാ. ദൈവഹിത പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചില ചീത്തകൾ കേട്ടിരിക്കും, ആക്ഷേപം കേട്ടിരിക്കും കേട്ടോ. പ്രിയമുള്ളവരെ, അങ്ങനെ വണ്ടി എടുത്ത് തിരിച്ചു വരുമ്പം ഞാനും എൻ്റെ ഫാമിലിയും കൂടെ വണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ അതിലൊറ്റയാളുടെ ജീവൻ പോലും പോവല്ലേ എന്ന്. പിറ്റേ ദിവസം രാവിലെ പത്രം എടുത്തിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുക പത്രം വരാൻ. ഞങ്ങൾ മക്കളെല്ലാം കൂടെ രാവിലെ പത്രം എടുത്തൊക്കെ ഈ വണ്ടി ഇറങ്ങി എൻ്റെ മേളിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. കടക്കൽ ആശുപത്രിയിലും പുനലൂർ ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ആളുകൾ സൗഖ്യം പ്രാപിച്ചു വരുന്ന, ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് എനിക്ക് ആ 7 ജീവനെ രക്ഷിക്കാൻ പറ്റിയത്? എൻ്റെ മോള് പറഞ്ഞൊരു ദൈവസ്വരം, പപ്പ തമിഴ്നാട്ടിലൊന്ന് പോകാന്ന്. അത് ദൈവസ്വരമാണെന്ന് തോന്നിയത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ പറയുന്ന ദൈവസ്വരം ഉണ്ടേ, ഭർത്താവ് പറയുന്ന ദൈവസ്വരം ഉണ്ടേ, എത്ര എണ്ണം കേൾക്കാതെ പോകുന്നുണ്ടെന്നറിയാവോ? ഇത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൽ സഞ്ചരിക്കുന്ന മനുഷ്യരായിരിക്കണം നമ്മൾ. അതുകൊണ്ട് പറഞ്ഞ ആത്മാവ് നമുക്ക് വിവേചനത്തിന്റെ വരം തരുന്നുണ്ട്. വിവേചനത്തിന് എന്താണ് ശരി ഏത്, കർത്താവ് പറഞ്ഞത്, നിന്റെ മുമ്പിൽ വെള്ളവും തീയും എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് വിവേചനയുള്ള കൃപ പരിശുദ്ധാത്മാവ് തരും. പ്രിയമുള്ളവർ, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറയാൻ ഒരു വ്യക്തി കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ, ഓർത്തോ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം അങ്ങോട്ട് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അങ്ങനെ പരിശുദ്ധാത്മാവ്, നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴേ ഒരു 10 മിനിറ്റ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. രാവിലെ എഴുന്നേറ്റിട്ട് വേറെ ഒന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റിട്ട് 10 മിനിറ്റ് പരിശുദ്ധാത്മാവ് മാത്രം നിറയാൻ, പരിശുദ്ധാത്മാവ് മാത്രം നിറയാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കേ. നിങ്ങൾക്ക് വെളിവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. വെളിവ് കിട്ടും. നമുക്ക് ശരിയും തെറ്റൊക്കെ ഒരു ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും തെറ്റാണെന്നത് ശരിയാണെന്ന്. നമ്മൾ ആരുടെ മുമ്പിൽ പുറകെ ഒന്നും ഓടണ്ട. എന്തോ വേണം പ്രാർത്ഥിച്ചിട്ട് പറ, എന്തുവാ ഏതാ ഞങ്ങൾ എന്തോ ചെയ്യണം, ഇല്ല. വെളിവ് കിട്ടും. ആത്മാവിൽ സഞ്ചരിക്കുന്നവരാകാം. നമുക്ക് ആത്മാവിൽ സഞ്ചരിക്കുന്നവരാകാം. ആത്മാവിൽ സഞ്ചരിക്കുന്നവരാകണം പ്രിയമുള്ളവരെ. ഒരു വിശ്വാസി ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് വേണം ഒരു വിശ്വാസിയെ വഴി നടത്താൻ. വേറെ ആരും നടത്തരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ പറയുമ്പോൾ ഞാൻ വിവേചിച്ചറിയാൻ ശ്രമിക്കും. കർത്താവേ, എൻ്റെ മോളിതാ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മോൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അല്ല പോടാറങ്ങി ഓടി അങ്ങോട്ട് എന്നൊന്നും പറയരുത്. കുഞ്ഞുങ്ങളിലൂടെ പറയുന്ന ദൈവസ്വരമുണ്ടേ. ചില സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ചിലപ്പോൾ നമ്മുടെ മക്കളെ കൈ പിടിക്കും, പപ്പ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോപ്പാ. ചിലപ്പോൾ ദൈവസ്വരമായിരിക്കും. നമ്മൾ തിരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ 10 മിനിറ്റ് മുമ്പ് അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, വേണമെങ്കിൽ നമ്മൾ ആകാമായിരുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൽ സഞ്ചരിക്കുന്നവരുടെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണോ?